ഈ വർഷത്തെ അല്ല, സോറി, ഈ സീസണിലെ അവസാനത്തെ റെഗുലർ പോഡ്കാസ്റ്റ്, റിവ്യൂ പോഡ്കാസ്റ്റ്. എന്താണ് പറയാന്ന് വെച്ചാല്, ചില ദിവസം എനിക്ക് രാത്രി ഉറങ്ങുമ്പോൾ കണക്ക് പരീക്ഷയുടെ സ്വപ്നം വരും. അതായത് എണീറ്റ പാടെ കണക്ക് പരീക്ഷയുണ്ട്, 10ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ പരീക്ഷയുണ്ട്. എന്നിട്ട് പേടിച്ചിട്ട് എണീക്കുമ്പോഴാണ് ആശ്വാസം. താടിയും മുടിയൊക്കെ വന്നിട്ടുണ്ട്, സ്കൂളൊന്നുമില്ല, പരീക്ഷയില്ല, എല്ലാം ഒരു സ്വപ്നമായിരുന്നു. അല്ലെങ്കിൽ ആ സ്വപ്നം കഴിഞ്ഞു, അല്ല ആ ഒരു പേടി വരുന്ന കാലഘട്ടം കഴിഞ്ഞു എന്നുള്ള ഒരു ബോധം വരും. ഏകദേശം അതുപോലെയാണ്. എന്താണ്, കുറെ ഗുഡ് ബൈസും യാത്ര പറച്ചിലും കണ്ണുനീരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കണ്ണുനീരും യാത്ര പറച്ചിലെല്ലാം കഴിഞ്ഞു പോയ കാലഘട്ടത്തിന്റെ ഒരു ശേഷിപ്പ് മാത്രമാണ്. അതിലിപ്പം സലയുടെ കാര്യമാണെങ്കിലും റോബോട്ട്സിന്റെ കാര്യമാണെങ്കിലും ഇപ്പം മറ്റാരും പോകുന്നറിയില്ല. പക്ഷെ അതെല്ലാം നമ്മൾ എന്താണ് വർഷങ്ങൾക്ക് മുമ്പ് അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് കരയുന്നതാണ്. പക്ഷെ യാത്രയപ്പുകൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഒരു പെടി സ്വപ്നം തീർന്ന പോലെയുള്ള ഒരു പ്രതീതിയാണ്. അല്ലെങ്കിൽ എന്താ പറയാ, തുടർച്ചയായി മഴ പെയ്ത് ഒന്ന് മഴ തോർന്ന് ഒരു വെയില്, അറ്റ് ദി എൻഡ് ഓഫ് എ സ്റ്റോം ഇറ്റ്സ് എ ഗോൾഡൻ സ്കൈ എന്നൊക്കെ പറയുന്ന പോലെ. ഇതിനകത്തുള്ള ഗോൾഡൻ സ്കൈ എന്ന് പറയുന്നത് പ്രശ്നങ്ങൾക്ക് അവിരാമമായി എന്നുള്ളതല്ല, ഈ സീസൺ ഒന്ന് കഴിഞ്ഞു കിട്ടി എന്നുള്ള ഒരു സാധനമാണ്. അതോടൊപ്പം ചാമ്പ്യൻസ് ലീഗ് അടുത്ത വർഷവും ഉണ്ടാവും. അപ്പം ക്ലബിന്റെ സാമ്പത്തികത്തിനും ക്ലബിൽ സൈൻ ചെയ്യുന്ന പ്ലേയേഴ്സിനും സൈൻ ചെയ്യാതിരിക്കാൻ കാരണങ്ങളൊന്നുമില്ല എന്ന് ഫാൻസിനും അറിയാം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോ ഇന്നലെ ഗ്രൂപ്പിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞു ദിസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഫുട്ബോൾ സീസൺസ് ഇൻ, ഞങ്ങൾ ഫുട്ബോൾ കാണാൻ തുടങ്ങിയിട്ട് 20-25 വർഷമായി ലിവർപൂൾ ഫാനായിട്ട്, ഇതാണ് ഏറ്റവും മോശം സീസൺ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറെ തർക്കിച്ചു. അതായത് അങ്ങനെ പറയാൻ പറ്റില്ല. 2010-11 അല്ലെങ്കിൽ 2011-12 അല്ലെങ്കിൽ 2009-10 എന്നീ സീസണുകളൊക്കെ നല്ല മോശമായിരുന്നു. ബ്രണ്ടൻ റോഡ്ജേഴ്സിന്റെ 15-16 മോശമായിരുന്നു എന്നൊക്കെ ഞാൻ കുറെ പറഞ്ഞു. പക്ഷെ ക്ലോപ്പ് നമ്മുടെ ടീമിനെ അല്ലെങ്കിൽ നമ്മുടെ സ്ക്വാഡിനെ, ക്ലബിനെ എത്തിച്ച ഒരു സ്റ്റേച്ചറിൽ വെച്ചുകൊണ്ട്, കഴിഞ്ഞ സീസൺ നമ്മൾ ലീഗ് അടിച്ചത് വെച്ചുകൊണ്ട് ഈ സീസൺ ഒരു നൈറ്റ് മെയർ തന്നെയായിരുന്നു. പേടി സ്വപ്നം എന്ന് പറയാൻ ഒരുപാട് കാരണങ്ങൾ. തുടക്കത്തിൽ തന്നെ ജോട്ടയുടെ പ്രീ സീസൺ തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് ജോട്ടയുടെ മരണവും, അകാല മരണവും, അതിനുശേഷം നമ്മുടെ ക്ലബ്ബ് പൊതുവെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു പ്രഡേറ്ററി ട്രാൻസ്ഫർ സാഗ ഇസാക്കിനെ വെച്ചിട്ട് അതിന്റെ ഒരു പര്യവസാനവും, ഡിയാസിനെ വിറ്റുകൊണ്ട് ന്യൂനേസിനെ വിറ്റു, എന്നാൽ പകരക്കാരും വരാത്തതിന്റെയും, അതിനൊപ്പം ഒരു ഹൈ ഉണ്ടായിരുന്നു, ഫ്ലോറിയൻ വേർഡ്സിനെ സൈൻ ചെയ്ത ഒരു ഹൈ ഉണ്ടായിരുന്നു. പിന്നെ ലീഗ് തുടങ്ങി 5 കളി അടുപ്പിച്ച് ജയിച്ചപ്പോഴും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇതൊരു മെന്റാലിറ്റി മോൺസ്റ്റേഴ്സിന്റെ ടീമാണ് എന്നൊക്കെ നമ്മൾ തന്നെ സ്വയം ആശ്വസിച്ചു. പക്ഷെ പിന്നീട് നടന്നത് അറിയാലോ, ഇറ്റ് വാസ് എ ഡൗൺവേർഡ് സ്പൈറൽ. ഈ ഡൗൺവേർഡ് സ്പൈറലിൽ പലതും പറഞ്ഞു. നവംബർ ഡിസംബർ ആവുമ്പോഴേക്കും സലയുടെ ഒരു ഔട്ട് ബേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ജനുവരിയിൽ ഫോം ഇംപ്രൂവ് ആയി എന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും ഒരു അത്യാവശ്യം 2 കളി ജയിച്ച് 3 കളി ജയിച്ച് ചുറ്റുമുള്ള ടീമുകളുടെ പരിതാപകരമായ പെർഫോമൻസ് കാരണം ടോപ്പ് 5 കിട്ടി. ടോപ്പ് 4 അല്ല, ടോപ്പ് 5. അതും ആർസണൽ, ലീഗ് അടിച്ച ആർസണൽ 2-3 കളി അവിടെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ വരെ എത്തിയതിന്റെ കാരുണ്യം കൊണ്ട് ടോപ്പ് 5 കിട്ടി. ആസ് എ ഹോൾ ഗോൾഡൻ സ്കൈ വന്നിട്ടില്ല, പക്ഷെ ഒരു സ്റ്റോം തീർന്നതിന്റെ ഒരു സുഖമുണ്ട്. ഗണേശൻ എങ്ങനെയാണ് കാണുന്നത്? അത് പറഞ്ഞ പോലെ തന്നെയാണ് സംഭവം. എല്ലാരും ഇത് സീസൺ തീർന്നു കിട്ടാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു.
പിന്നെ ഗണേശന് പക്ഷേ ഗണേശന് കണക്ക് പരീക്ഷയുടെ സ്വപ്നം വന്ന കുഴപ്പമില്ല. എന്നെ പോലെ ഒന്നല്ല, ഗണേശൻ കണക്ക് മാഷാണ്. അപ്പൊ ഗണേശൻ ഹാപ്പി ആയിട്ട് എണീറ്റ് പോയി പരീക്ഷ എഴുതിട്ട് വരും, 100-ൽ 100 മേടിക്കും ചെയ്യും. അപ്പൊ അത് ഗണേശന് ബാധകല്ല. അതല്ലാതെ സംഭവം നീ പറഞ്ഞ പോലെ ലൈക്ക് നമ്മള് സാല റോബർട്ട്സന്റെ കേസില് ആള് അവര് ക്ലബിന് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ട് അച്ചീവ് ചെയ്തെന്ന ആ മൊമെന്റ്സിനെയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊരു സങ്കടം വരുന്നല്ലാതെ ഫ്രം ദ ഡേ വൺ വെൻ ദേ ഗോട്ട് സൈൻഡ് നമുക്കറിയായിരുന്നു ഒരു ദിവസം ഇവരെല്ലാരും പോവും, ക്ലബ്ബ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സോ ഇനിയും ദർ ഇസ് എ ചാൻസ്, ലൈക്ക് അലിസൺ ഉണ്ട്, ലൈക്ക് വാൻഡൈക്ക് ഉണ്ട്. സോ അങ്ങനെ പ്ലേയേഴ്സ് കം ആൻഡ് ഗോ, പക്ഷെ ക്ലബ് വിൽ ബി സ്റ്റിൽ ദെയർ. സോ ക്ലബിനെ മാത്രം നോക്കിയിട്ടാണ്. പിന്നെ അവര് നമുക്ക് വേണ്ടി, അതായത് നമ്മൾ പറയുമ്പോ നമുക്ക് പ്ലേയേഴ്സ് ആയിട്ട് തോന്നില്ല, നമുക്കൊരു ഫാമിലി മെമ്പർ എന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. സോ അതൊരു വല്ലാത്തൊരു എന്താ പറയാ, ഒരു ഫീലിംഗ് ആണ്. നമുക്ക് എന്താ പറയാൻ പറ്റില്ല. അത് ഒരുമാതിരി ഒരു ഫാമിലിയിൽ നിന്ന് ഒരാൾ പോകുന്ന പോലെയാണ്. മേ ബി അവർക്ക് അതുപോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. നമുക്കത് ആ പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ നമ്മൾ കണ്ടതാണ്. സോ ഗെയിം ഈ സീസണിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേജിലായിരുന്നു. ട്രാൻസിഷൻ വിത്ത് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഇൻ ദ ടീം, അതും പറയണം. വേൾഡ് ക്ലാസ് പ്ലേയേഴ്സിനെയാണ് നമ്മൾ സൈൻ ചെയ്യുന്നത്. അല്ലറ ചില്ലറ പ്ലേയേഴ്സ്, ഡെവലപ്മെന്റിന് വന്ന പ്ലേയേഴ്സ് ഒന്നും അല്ല. സോ വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ആണ് നമ്മൾ സൈൻ ചെയ്തത്. എന്നിട്ടും ഈ ട്രാൻസിഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞതിന് ഒരു അർത്ഥവും ഇല്ലാത്ത ഒരു സംഭവമാണ്. ട്രാൻസിഷൻ എന്നുള്ളൊരു ആ ഗ്രാഫ് ഇപ്പൊ തന്നെ അവിടെ തന്നെ കിടപ്പുണ്ട്. അതായത് മേപ്പോട്ടും ഇല്ല താഴോട്ടും ഇല്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ലീനിയർ ഗ്രാഫാണ് തോന്നുന്നത്, നേരെ പോകുന്നുണ്ട്. ഇതുപോലെ തന്നെ കളിച്ചാൽ മതി. താഴേക്കും ഇല്ല, ഒരേ പാറ്റേൺ തന്നെയാണ് കളി, നേരെ പോകുന്നത്. ഞാൻ ഈ ഇതിൽ നിൽക്കുള്ളൂ. ഒരു ഗോൾ അടിച്ചാൽ ഡിഫെൻഡ് ചെയ്യുക, അടിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. തിരിച്ചടിക്കാൻ വിടുന്നത് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ അറിയൂല ഈ ടീം വെച്ചിട്ട്. ബസ് പാർക്ക് ചെയ്യാനും നമുക്കറിയില്ല. ബസ് പാർക്ക് ചെയ്യാൻ നോക്കിയാൽ മേടിച്ചു കൂട്ടും. അപ്പോ ബസ് പാർക്ക് ചെയ്യാൻ അറിയാത്ത ടീമിനെ വെച്ചുകൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ പോയാൽ ബുദ്ധിമുട്ടാണ്. അപ്പോ ഈ ടാക്ടിക്സിനൊക്കെ ഒരു വിരാമം. നമ്മളിപ്പോ ചെറിയ ചെറിയ ബ്രേക്ക് കിട്ടി ഈ സീസണിന് നടക്കും. ഒരുപാട് ഇന്റർനാഷണൽ ബ്രേക്ക് കിട്ടി. ഈ ബ്രേക്ക് കഴിഞ്ഞാൽ ശരിയാവും, സ്ലോട്ട് ഇസ് ദെയർ. ഈ ബ്രേക്ക് കഴിഞ്ഞാൽ ശരിയാവും. ആരും ഇന്റർനാഷണൽ ഡ്യൂട്ടിക്ക് പോയിട്ടില്ല, എല്ലാരും സ്റ്റേയിങ് ബാക്ക് ആണ്. അപ്പൊ അടുത്ത ബ്രേക്കിന് ശരിയാവും. അങ്ങനെ 3-4 ബ്രേക്കായി. ഇതിപ്പോ വലിയ ബ്രേക്കാണ്, കൈൻഡ് ഓഫ് അറൌണ്ട് 60 to 65 days ഓഫ് നോ ഫുട്ബോൾ. സോ ലിവർപൂളിനെ നമുക്ക് കാണേണ്ട ആവശ്യമില്ല. ഈ ഒരു 60-65 ദിവസത്തേക്ക് കാണേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഒരു തരത്തില് സന്തോഷമാണ് ഒരു സൈഡില്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലെവൽ ഫുട്ബോൾ നമുക്ക് കളിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോ ആസ് എ സ്റ്റാൻഡ്സ് റീഗ്രൂപ്പ് ചെയ്തിട്ട് വി മൈറ്റ് പ്ലേ ബെറ്റർ ഫുട്ബോൾ എന്നൊക്കെ പറയുന്നതിനെക്കാട്ടിലും മൂപ്പര് പറഞ്ഞത് ട്രാൻസ്ഫർ വിൻഡോ ക്യാൻ ചേഞ്ച് ദിസ് സിനാരിയോ എന്നാ പറഞ്ഞിരിക്കണേ. അപ്പൊ ഉള്ള പ്ലേയേഴ്സിൽ വിശ്വാസം ഇല്ല എന്നാണ് അർത്ഥം. അപ്പോ ട്രാൻസ്ഫർ വിൻഡോ കാരണമാണ് അയാൾ മൂപ്പരുടെ ടാക്ടിക്സ് എന്താ പറയാ ഇതിനെ ഇൻകൾക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മേടിച്ച പ്ലേയേഴ്സ് ഒക്കെ എങ്ങനെ ഫീൽ ചെയ്യും? അവരുടെ കോൺഫിഡൻസ് ലോ ആവില്ലേ? നമ്മളെ കൊണ്ട് അയാളുടെ ടാക്ടിക്സ് കളിക്കാൻ പറ്റുന്നില്ല എന്നല്ലേ അവർക്ക് തോന്നുന്നു. സോ ഇങ്ങനെയൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. സോ എനിക്ക് ആ ഒരു ഇതിൽ മാത്രം ഈ സീസണില് ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നത്, ഉള്ള പ്ലേയേഴ്സിന് വാല്യൂ ചെയ്തില്ല. ഇവരെ കൊണ്ട് പറ്റില്ല, എന്റെ ടാക്ടിക്സ് കളിക്കാൻ പറ്റില്ല എന്ന് ഓപ്പൺ ആയിട്ട് പ്രസ് കോൺഫറൻസിൽ തന്നെ പറഞ്ഞു പോയി. സോ അങ്ങനെ ഇത് ഇപ്പോ സീസൺ ഇങ്ങനെ 5th പ്ലേസിൽ എൻഡ് ചെയ്തിട്ട് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്തു, അതൊക്കെ ഓക്കെ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂപ്പര് ഡ്രസ്സിംഗ് റൂമിൽ എന്ത് ചെയ്യും? പ്ലേയേഴ്സ് എങ്ങനെ സപ്പോർട്ട് ചെയ്യും? ആരും സപ്പോർട്ട് ചെയ്യും. അപ്പോ മൂപ്പരുടെ പ്രസ് കോൺഫറൻസ് ചെയ്യുമ്പോ ഒരുവിധം ബോധത്തോടെ വേണം ചെയ്യാൻ. മൂപ്പരാണ് ടീമിന്റെ ഹെഡ് കോച്ച് എന്നുള്ള ഒരു ബോധം വേണം പ്രസ് കോൺഫറൻസ് ചെയ്യുമ്പോൾ. അത് മാത്രമാണ് അടുത്ത സീസണിലോട്ട് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ളവർ എന്താ പറയുന്നത് കേൾക്കാം. ആ ബോധം മൂപ്പർക്ക് ഉണ്ടാവുന്നില്ല എന്ന് പറയാൻ പറ്റാതെ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചാണ്. നമ്മള് പല മാനേജർ ക്ലോപ്പിനെ പോലെ കണ്ടിട്ടുണ്ടാവുമല്ലോ, എന്ത് ക്രിറ്റിസിസം വന്നാലും അതൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം, പ്ലേയേഴ്സിന്റെ അടുത്തേക്ക് എത്തേണ്ട എന്നുള്ളത്. ബാക്കിയുള്ളവർ അങ്ങനെ ആവണമെന്നില്ല, അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ലോട്ടേഴ്സ് ഹൂ സ്ലോട്ടേഴ്സ്
പ്ലേയേഴ്സ് ഉള്ളത് അയാള് ആദ്യം പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് എന്താ പറയാ കേസ വേണ്ട എന്നുള്ളതും എൻഡോ വേണ്ട എന്നുള്ളതും ഈവൻ ജോ ഗോമസ് വേണ്ട എന്നുള്ളത് നമുക്ക് സീസൺ തുടങ്ങുന്നതിന് മുന്നേ അറിയായിരുന്നു. എന്തുകൊണ്ട് അവര് പോയിട്ട് വേറെ ആള് വന്നില്ല എന്നുള്ളത് ഇറ്റ്സ് എ ഹോൾ ഡിഫറെന്റ് തിങ്. വരണമായിരുന്നു, വന്നില്ല. പക്ഷെ ഉള്ളത് വെച്ച് കളിക്കാമായിരുന്നല്ലോ, അത് ചെയ്തിട്ടുമില്ല. ആ ഒരു ഇഷ്യൂ സ്റ്റിൽ ദർ. എന്താ പറയാ, സ്ക്വാഡ് ഇംപ്രൂവ് ആയാൽ മേ ബി വീൽ സീ സ്ലൈറ്റ് ഇംപ്രൂവ്മെന്റ് മേ ബി. പക്ഷെ അങ്ങനത്തെ കേസ്, അതായത് അത് പറയുമ്പം ഐഡിയൽ കേസ് ആണെങ്കിൽ മാത്രം സ്ലോട്ട് വർക്ക് ആവൂ എന്നുള്ള സിറ്റുവേഷനിലേക്ക് എത്തും. ലൈഫ് അങ്ങനെ അല്ലല്ലോ. അപ്പൊ അതിനനുസരിച്ച് മൂപ്പർ എത്രത്തോളം അഡാപ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് മൂപ്പർക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. കാരണം പ്രീമിയർ ലീഗിൽ ഞാൻ വിചാരിക്കുന്ന പോലെ, ഞാൻ ഇപ്പൊ പല പ്രസ് കോൺഫറൻസിലും പറയുന്നുണ്ട് സെറ്റ് പീസ് ഗോൾസ് കൂടുതലാണ്, അല്ലെങ്കിൽ ഗെയിം പാറ്റേൺ മാറിയിട്ടുണ്ട് ഇപ്പൊ ഈ സീസണില്. അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് മുന്നേ അറിയിച്ചിട്ടൊന്നുമല്ലല്ലോ എല്ലാരും കളിക്കാൻ പോകുന്നത്. യു അഡാപ്റ്റ് വാട്ട് യു ഹാവ് ഇൻ ഫ്രണ്ട്. ആ ഒരു അഡാപ്റ്റേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ സ്ലോട്ട് വിൽ സ്ട്രഗിൾ. കാരണം അടുത്ത സീസൺ, ഇപ്പൊ ഈ സീസൺ കളിച്ച പോലെ അടുത്ത സീസണിൽ എല്ലാരും കളിക്കാമെന്ന് ഒരു ഗ്യാരണ്ടി ആർക്കും ഇല്ല. അതൊക്കെ മനസ്സിലാക്കി ഡച്ച് ലീഗിൽ അതിന്റെ ആവശ്യം വന്നിട്ടുണ്ടാവില്ലായിരിക്കും. കാരണം എല്ലാവരും ഒരു ഫിലോസഫി എന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പാറ്റേൺ ഓഫ് ഫിലോസഫി ഫോളോ ചെയ്യുന്നുണ്ടാവും. പ്രീമിയർ ലീഗിൽ അത് ചെയ്യണം ഒരു നിർബന്ധം ആർക്കും ഇല്ല. ഒരു മാനേജർ വന്ന കംപ്ലീറ്റ്ലി മാറും എന്നുള്ളത് ഇപ്പം യുണൈറ്റഡിന്റെ കേസിൽ തന്നെ ഒരു വലിയൊരു എക്സാമ്പിൾ അല്ലേ. റൂബൻ അമോറിം 3-5-2 കളിക്കണം എന്ന് പറഞ്ഞ കുറെ കാലം നിന്നില്ല 3-4-3 കളിക്കണം എന്നുള്ളത്. കാരിക്ക് വന്നപ്പോൾ അത് കംപ്ലീറ്റ്ലി മാറി. ആ സാധനം തന്നെ ഇപ്പം ടോട്ടനമിലും കണ്ടു. ഈഗോർ ട്യൂഡോർ വന്ന് ഒരു സ്റ്റൈല് കളിക്കുന്നു. ആൻജി പോസ്റ്റോഗിൽ തുടങ്ങിയപ്പോഴുള്ള അതല്ല നെക്സ്റ്റ് കോച്ച് വരുന്നത്. അയാൾ പുറത്താകുമ്പോഴല്ല അടുത്ത കോച്ച് വരുന്നല്ലോ. സോ ഓരോ കോച്ച് മാറുമ്പോൾ പോലും ഈവൻ ബിറ്റ്വീൻ സീസൺ സ്റ്റൈല് മാറുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് നോക്കി അഡാപ്റ്റ് ആവണം സ്ലോട്ട്. അല്ലാണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കളിക്കും അതിനനുസരിച്ച് ഞാനും കളിക്കൂ എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെയാണ് സ്ലോട്ടിനി മാറേണ്ടത്. എനിക്ക് ക്രിസ് ഈ പാട്ടിനെ കുറിച്ച് ആണല്ലോ പറഞ്ഞ് ഡിസ്കഷൻ ഓപ്പൺ ചെയ്തത്. അതാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടത്. സ്റ്റോം തീർന്നോ എന്നുള്ളതാണല്ലോ ചോദിച്ചത്. ആ പാട്ടിന്റെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് സോങ്ങിന്. അതായത് ഗോൾഡൻ സ്കൈ, സ്വീറ്റ്, സിൽവർ സോങ് ഓഫ് ദി ലാർക്ക്, അതിലേക്ക് പോവാണ്. അവിടെ എത്തി ആ സക്സസ് എടുത്തു എന്നുള്ളതല്ല പാട്ട്. അതിലേക്ക് എല്ലാവരും ഒരുമിച്ച് ഒരു യൂണിറ്റ് ആയിട്ട് എല്ലാവരും കൂടി പോവുക. അതാണല്ലോ യു വിൽ നെവർ വാക്ക് അലോൺ. എല്ലാവരും ഒരുമിച്ച് നടന്നു പോവുക എന്നുള്ള ഒരു, എല്ലാവരും ഒരുമിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ മാറി 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 നിൽക്കുക. അതായത് രണ്ട് തട്ടല്ല. ഇപ്പൊ 2 തട്ടാണെങ്കിൽ അതില് 95 പേരും സ്ലോട്ടിന് അഗേൻസ്റ്റും വളരെ 5 പേര് സ്ലോട്ടിന്റെ ഒപ്പവും. അങ്ങനെ ഇപ്പൊ സ്ലോട്ട് ഈ പ്രസ് കോൺഫറൻസിലും ഇതിലൊക്കെ പറയുന്നത് നെക്സ്റ്റ് സീസണിൽ അപ്ബീറ്റ് അബൌട്ട് നെക്സ്റ്റ് സീസൺ. എനിക്കറിയാം പ്രശ്നങ്ങൾ എന്താണ്, സോൾവ് ചെയ്യാൻ പറ്റും. എനിക്ക് പ്ലേയേഴ്സ് എന്തൊക്കെയാ വേണ്ടതെന്ന് അറിയാം, അത് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോ റൂമേഴ്സ് പറഞ്ഞ് കോച്ചിങ് സ്റ്റാഫിന്റെ പുതിയ ആൾക്കാരെ കൊണ്ടുവരണം. അതൊക്കെ വെച്ചിട്ട് അടുത്ത സീസൺ കുറച്ചുകൂടി നന്നാക്കാം. ഈ സീസണിൽ ശരിക്കൊരു സ്റ്റോം തന്നെയായിരുന്നു. തുടക്കം തന്നെ ഇപ്പോ ക്രിസ് പറഞ്ഞ പോലെ യോട്ടയുടെ പ്രശ്നങ്ങള്, സീസൺ മുഴുവൻ ഇഞ്ചുറീസിന്റെ പ്രശ്നങ്ങള്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പൊ ഉദ്ദേശിച്ച ഫോർമേഷൻ കളിക്കാനുള്ള പ്ലേയേഴ്സ് എപ്പോഴും വരുമ്പോൾ ഇഞ്ചേർഡ് ആവണം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അങ്ങനെ അതിന്റെ ഇടയിൽ സല ഭയങ്കരമായിട്ട് ഡിപ്പായി. സലയുടെ ഒരു പെട്ടെന്നാണ് അത് ഉണ്ടായത്. അതൊക്കെ ശരിക്കും ബാധിച്ചു. എന്തായാലും ട്രാൻസിഷൻ സീസണിൽ ട്രാൻസിഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് അടുത്ത വർഷം ആ ട്രാൻസിഷൻ കണ്ടിന്യൂ ചെയ്യുന്ന പറയും കുറച്ച് പ്ലേയേഴ്സ്. ഇത് ഞാൻ അന്ന് പറഞ്ഞതാ, കാരണം ഒറ്റയടിക്ക് നടക്കില്ല, 4 ട്രാൻസ്ഫർ വിൻഡോ വേണം എന്ന് ഞാൻ പോഡ്കാസ്റ്റ് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറയണ കാര്യമാണ്. അതായത് ഫുൾ അതിലേക്ക് എത്താൻ. അതൊന്ന്. 2, ഒരു അഡ്വാൻറ്റേജ് വേറെ വരുന്നത് അടുത്ത സീസണിലേക്ക് പോകുമ്പോൾ ഉള്ളത്, മാനേജേഴ്സ് പല ക്ലബിന്റെ മാനേജേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. പുതിയ മാനേജേഴ്സ്, ആ ക്ലബ്സിനൊക്കെ ഈ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലേക്ക് പോകേണ്ട ഒരു പ്രശ്നം വരിക. ഈവൻ മാഞ്ചസ്റ്റർ സിറ്റി തന്നെ ഗാർഡിയോളെ മാറ്റി. ഇപ്പോ ക്ലോപ്പ് മാറിയപ്പോ പോലുള്ള ഒരു അവസ്ഥയായിരിക്കും അവിടെ വരാൻ പോണത്. ഇനീഷ്യൽ ചിലപ്പോ ഭയങ്കര ഇതൊക്കെ വരാം, പക്ഷെ പിന്നെ അത് മരസ്ക നമുക്കറിയാം, ഈ ഈഗോസിലുള്ള പ്ലേയേഴ്സ് ഇല്ല അങ്ങനെ ചെൽസിയിൽ. അതുപോലും ശരിക്ക്
മാനേജ് ചെയ്യാൻ പറ്റാൻ്റെ അവര് ഓണേഴ്സ് ആയിട്ടുള്ള ഈഗോന്റെ പ്രശ്നങ്ങളാണ്. അതെ, ഓക്കെ. എനിവേ, അതിലേക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അത് ബാധിച്ചിട്ട് മരസ്കയ്ക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെയുള്ള പുതിയ മാനേജേഴ്സ് കുറെ പേര് വരാൻ സാധ്യതയുണ്ട്, അതിന്റെ പ്രശ്നങ്ങൾ വരും. പക്ഷെ നമുക്കിവിടെ ഒരു കൺസിസ്റ്റൻസിയാണ്. അതെ അതെ അതെ. ഇപ്പൊ നമുക്ക് 2 വർഷമായിട്ട് സെയിം മാനേജറാണ്, 3-ാമത്തെ വർഷം അതേ മാനേജർ തന്നെ കണ്ടിന്യൂ. ഒരു കണ്ടിന്യൂറ്റി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ കണ്ടു, പഴയ പ്ലേയേഴ്സ് മുഴുവനും പോയി. ഇപ്പൊ ഫോട്ടോഗ്രാഫില് മീൻസ് VVD മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആലിസിനും പോകുന്ന റൂമേഴ്സ് ഉണ്ട്. പുതിയൊരു ബഞ്ച് ഓഫ് പ്ലേയേഴ്സ്, പുതിയൊരു മാനേജർ, പുതിയ ഹെഡ് കോച്ച്, പുതിയ കോച്ചിങ് സ്റ്റാഫ്, അങ്ങനെ അതിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുക. അതായത് ഈ സ്റ്റോമിൽ കൂടെ നമ്മൾ നടന്ന് അടുത്ത സീസണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പ്ലേയേഴ്സ് എല്ലാവരും റെഡിയാ. സ്ലോട്ടിന്റെ കീഴിൽ ഇപ്പോൾ വേർഡ്സിന്റെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വേർഡ്സ് ഫുൾ മാനേജർ സപ്പോർട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പൊ പ്ലേയേഴ്സിന്റെ കമ്മിറ്റ്മെന്റിൽ എനിക്ക് തർക്കമില്ല. പക്ഷെ ഫാൻസിന്റെ അടുത്താണ് ഏറ്റവും വലിയ പ്രശ്നം. ഫാൻസ് ഞാൻ ഒരു ഗ്രൂപ്പിൽ, നമ്മുടെ ഈ ഗ്രൂപ്പിലല്ല വേറൊരു ഗ്രൂപ്പിൽ ഞാൻ ചോദിച്ചൊരു കാര്യം. അപ്പോ സ്ലോട്ട് പ്രസ് കോൺഫറൻസിലായാലും ഇപ്പൊ ഗണേശും പറഞ്ഞു, പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുന്നതും ഒക്കെ പ്രശ്നമാണ്, പ്ലേയേഴ്സിനെ കുറിച്ച് പറയുന്നത് പ്രശ്നമാണ്. ആ ഡച്ച് ഓണസ്റ്റി എന്ന് നമ്മൾ വെറുതെ പറയുന്ന ഒരു സാധനം, അത് പ്രശ്നമായിട്ട് വരുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞു. അത് ഫാൻസിനെ അഗെയിൻസ്റ്റ് സംസാരിക്കണു എന്നുള്ള രീതിയിലൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. യെസ്, അത് ഡിബേറ്റബിൾ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഡിബേറ്റബിൾ ആണ്. പക്ഷെ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് ഇൻസ്റ്റായിട്ട് ഗ്രൂപ്പിലൊക്കെ തെറി വിളിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ്. സ്ലോട്ടിനെ ചീത്ത വിളിക്കുക, തെറി വിളിക്കുക. ഇതിനു മുമ്പ് പ്ലേയേഴ്സിനെയൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ വളരെ രൂക്ഷമായിട്ട് ഫാൻസ് ഇതിലേക്കൊക്കെ എത്തുക, സ്ലോട്ടിനെ കുറിച്ചൊക്കെ അങ്ങനെ മോശമായിട്ട് സംസാരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നേരത്തെ സ്ലോട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതൊക്കെ ലിവർപൂൾ വേ അല്ല എങ്കിൽ ഈ ഫാൻസ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതും ലിവർപൂൾ വേ അല്ല. അവരങ്ങനെയല്ല ചെയ്യണ്ടേ, സപ്പോർട്ട് ചെയ്ത് ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. അതായത് എന്ത് തീരുമാനം എടുക്കണോ അതുവരെ സപ്പോർട്ട് ചെയ്ത്, അതാണ് ലിവർപൂൾ വേ. ഇല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിൽ എന്താണുള്ള വ്യത്യാസമുള്ള? സ്ലോട്ട് ലിവർപൂൾ വേ അല്ല, ഫാൻസ് ലിവർപൂൾ വേ അല്ല. അപ്പൊ അവർക്ക് കംപ്ലൈന്റ് ചെയ്യാനുള്ള ഒരു ഇതില്ല. അതിനു പകരം എല്ലാവരും അടുത്ത സീസണിലേക്ക് ഒരുമിച്ച്, സ്ലോട്ടിന് ആണ് ക്ലബിന്റെ ഇപ്പോഴും കോച്ച് സ്ലോട്ട് തന്നെയാണ്, സ്ലോട്ടിനെ ബാക്ക് ചെയ്യുക, സ്ലോട്ട് ഹോപ്പ്ഫുൾ ആവുക. അങ്ങനെ ഈ ഗോൾഡൻ സ്കൈന്റെ അവിടേക്ക് ഈ സ്റ്റോം ഒക്കെ കവർ ചെയ്തിട്ട് ഫാൻസും പ്ലേയേഴ്സും എല്ലാവരും തലയാട്ടണേ ഒരുമിച്ച് നടന്ന് അടുത്ത സീസണിലേക്ക് പോകണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം. കാരണം അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ലിവർപൂൾ വേ. അല്ല, എനിക്ക് ഇപ്പം എല്ലാരും പറഞ്ഞതിൽ നിന്ന് ഫാൻസിന്റെ റിയാക്ഷനെ ഞാൻ എപ്പോഴും അങ്ങനെ സീരിയസ് ആയി എടുക്കാറില്ല. കാരണം ഈ ഗ്രൂപ്പുകളിൽ ഇത്രയും വർഷം നിന്നിട്ടും പല നമുക്ക് ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ആയ ആൾക്കാരുടെ അടുത്ത് പോയി നമുക്ക് ഫുട്ബോൾ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതായത് നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാൻ പറ്റും, പക്ഷെ ഫുട്ബോൾ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോ സ്ലോട്ട് ശരിക്കും ഇതൊരു സ്ലോട്ടിന്റെ കരിയറിലെ ഒരു സ്ലോട്ട് ടോപ്പിക് ആയതുകൊണ്ട് പറയുന്നതാണ്. ലിവർപൂൾ ടോപ്പിക്ക് മാറി നിൽക്കട്ടെ. സ്ലോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്ലോട്ടിന്റെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ പുള്ളി പറഞ്ഞു, ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് ഈ സീസൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാ ഡിസിഷൻ എടുക്കുമ്പോഴും വളരെയധികം ചിന്തിച്ചിട്ടും വളരെയധികം സീരിയസ് ആയി ആലോചിച്ചതിന് ശേഷം എടുത്ത ഡിസിഷൻ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കഥ, ഞാൻ ഈ പോഡ്കാസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, ഹർഷ ബോഗ്ലെ ഒരിക്കൽ പറഞ്ഞ കഥയാണ്. അത് വിനോദ് കാംബ്ലി വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ടാലന്റഡ് ബാറ്റ്സ്മാൻ ഇന്ത്യ ഹാസ് എവർ പ്രൊഡ്യൂസ്ഡ്. പുള്ളി ടെസ്റ്റിൽ ഡബിൾ സെഞ്ചുറി അടിച്ചു, അടുപ്പിച്ച് 2 റൺ അടിച്ചെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഏതോ ഒരു ഓസ്ട്രേലിയൻ ടൂറിലാണെന്ന് തോന്നുന്നു, ഹി ഗോട്ട് എ ബൗൺസർ ആൻഡ് പീപ്പിൾ ഫൗണ്ട് ഔട്ട് ദാറ്റ് ഹി കാൻ പ്ലേ ദ ബൗൺസർ. അതിനുശേഷം പുള്ളിയുടെ കോൺഫിഡൻസും പുള്ളിയുടെ എല്ലാ എന്താ പറയാ കമ്പോഷറും പോയി. ആൻഡ് ഈ പുള്ളിയുടെ പിന്നെ പേഴ്സണൽ ലൈഫിൽ വേറെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളിയുടെ കളിയിൽ വന്ന ഒരു മെഗാ ഒബ്സ്റ്റക്കിൾ അതായിരുന്നു. അതുവരെ നമ്മുടെ കാംബ്ലിക്ക് ലൈഫിൽ ക്രിക്കറ്റിംഗ് ഫീൽഡിൽ ഒരു ഒബ്സ്റ്റക്കിൾ വന്നില്ലായിരുന്നു. ഐ കൈൻഡ് ഓഫ് ഫീൽ ദ സെയിം അബൌട്ട് സ്ലോട്ട്. അതായത് സ്ലോട്ടിന്റെ കരിയറിൽ ഇവിടെ വരുന്നതിന് മുമ്പുള്ള 5 വർഷം ഹി വൺ ദ ലീഗ് വിത്ത് ഫയനോഡ്, ഹി കെയിം സെക്കൻഡ്. ഇത് ഒരു വർഷത്തിൽ ഒരു കളി തോറ്റു. ഇപ്പം ഗണേശൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗോള് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൺസീഡ് ചെയ്യാൻ നോക്കുന്ന പരിപാടി,
സോ പുള്ളിയുടെ മനസ്സിൽ നമ്മൾ ആലോചിക്കുന്നത് സ്ലോട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് ഈ ഒരു ചാലഞ്ചിൽ അടുപ്പിച്ച് 3 എണ്ണം 4 എണ്ണം 5 എണ്ണം തോക്കുക, പബ്ലിക്കിൽ നിന്ന് ഇത്രയും പ്രഷർ വരിക. ഞാൻ ജോട്ടയുടെ ടോപ്പിക് ഇടുന്നില്ല, ഞാൻ പ്യോർലി ഈ ട്രാൻസ്ഫേഴ്സ് ഈ മെയിൻ പ്ലേയേഴ്സിന് ഇഞ്ചുറി വരിക. അതായത് ഒരു മാനേജറിന്റെ കരിയറിൽ, അയാളുടെ മാനേജീരിയൽ കരിയറിൽ അയാൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുള്ള ചാലഞ്ചസ് വന്നിട്ടില്ല. അൺഫോർച്ചുനേറ്റ്ലി ഏറ്റവും നമ്മുടെ ക്ലബിലായി പോയി എന്ന് തോന്നുന്നു. ആൻഡ് ഐ തിങ്ക് ഹി കംപ്ലീറ്റ്ലി ഫെയിൽഡ്. ഒരു ചാലഞ്ച് വന്നപ്പോ വെൻ ഇറ്റ് ബിക്കെയിം ഈവൻ ലീഗ് ടൈറ്റിൽ പോലും പുള്ളീനെ ലൈക്ക് മാഞ്ചസ്റ്റർ സിറ്റി ഡിഡ് നോട്ട് pressure us till the end, or Arsenal also didn't live up to the title challenge. നമ്മുടെ ടൈറ്റിൽ ചാലഞ്ച് എന്ന് പറയുമ്പോഴും നമ്മൾ ഏകദേശം മാർച്ചിൽ തന്നെ കളി നിർത്തിയിട്ടുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, പുള്ളി ആദ്യം നോട്ടിംഗം ഫോറസ്റ്റിനോട് തോക്കുമ്പോൾ he was obsessed about it. അപ്പൊ നമ്മളൊക്കെ അന്ന് ട്രോൾ ഇറക്കി, ഇന്ന് ഫോറസ്റ്റിനെ കുറിച്ച് പറയും, ഇന്ന് ഫോറസ്റ്റിനെ പറയും. He was obsessed about losing to Nottingham Forest. Again ഈ PSG യോട് തോറ്റപ്പോഴും he was obsessed about the game against PSG. അത് ഇന്നലെ തൊട്ടും ഇന്നും പറയുന്നുണ്ട് അയാൾ. സോ എനിക്ക് തോന്നുന്നത് ഒരാളുടെ മെറ്റൽ, ഒരാളുടെ ഒരു കഴിവ് എന്നുള്ളത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് ഹൗ ഹി ഡസ് വെൻ ഹി ഈസ് ഫേസ് വിത്ത് അഡ്വേഴ്സറി എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ചാബി അലോൺസോ ഫെയിൽഡ് അറ്റ് മെഡ്രിഡ്. അതിപ്പം ഓൺ ദ പിച്ച് അല്ല, ഓഫ് ദ പിച്ച് അല്ല, വാട്ട് എവർ ഹി ഫെയിൽഡ്. സോ പുള്ളിയുടെ റിവൈവൽ ചെൽസിയിൽ എങ്ങനെയായിരിക്കും? നമ്മുടെ ഡിഫറൻസ് ഞാൻ ക്ലോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ക്ലോപ്പ് ഇസ് ദ മാനേജർ ഹു ലോസ്റ്റ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ഫൈനൽസ്. പക്ഷെ he would come back up. He would say, see, this is not done, we are going to do it again, we are going to fight again. So പുള്ളിക്ക് അതുമായി ഒരു വർക്കിംഗ് ക്ലാസ് അല്ലെങ്കിൽ ഒരു ബോട്ടം ടീം, പുള്ളി മൈൻസ് എന്ന് വന്നത് നമുക്കറിയാം, മൈൻസിൽ നിന്ന് പ്രൊമോഷൻ ഒരു അണുകിട വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ട് പോയ ഒരാളാണ്. പിന്നെ അടുത്ത സീസൺ വീണ്ടും പ്രൊമോട്ടായി വന്ന ഒരാളാണ്. സോ ഐ ഫീൽ ക്ലോപ്പ് ഹാഡ് ഫേസ്ഡ് ലോട്ട്സ് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് in terms of how he became a Liverpool manager. You can say the same about Rafael Benitez also. അതായത് റാഫേൽ ബെനിറ്റേസ് വെലൻസിയയിൽ പോയി, വെലൻസിയയിൽ നിന്ന് ലീഗ് അടിച്ചു, അവിടുന്ന് പിന്നെ ഇവിടെ വന്നു, then he won the Champions League, then he had a tough time. പക്ഷെ റാഫേൽ ബെനിറ്റേസ് പൊളിറ്റിക്സിൽ പോയി, അവിടുന്ന് ക്ലബ് പൊളിറ്റിക്സിലേക്ക് വന്നു. സോ ഐ ഫീൽ ക്ലോപ്പിനേക്കാൾ 45-46 വയസ്സുള്ളൂ. പുള്ളി ഫേസ് ചെയ്ത ഏറ്റവും വലിയ ലൈഫിലെ ചാലഞ്ച് ആയിരിക്കും പ്രോബബ്ലി ഈ സീസണിൽ അയാൾ കടന്നുപോയത്. അപ്പോ ഐ കൈൻഡ് ഓഫ് ഗിവ് ഹിം എ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്, ബട്ട് ഐ വിൽ ഗിവ് ഹിം ഓൺലി നെക്സ്റ്റ് ഒരു എന്താ പറയാ, വി കാൻ റൈറ്റ് ഓഫ് എ സീസൺ ലൈക്ക് ദിസ് അഗൈൻ. സോ നെക്സ്റ്റ് ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ വിൻഡോവിനുള്ളിൽ പുള്ളി ഈ പരാജയങ്ങളിൽ നിന്ന് പഠിച്ച് പുറത്തു വരും എന്നുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ട്, എന്നാൽ എന്താ പറയാ, CPI ഒക്കെ പറയുന്ന പോലെ പുറത്തു നിന്ന് പിന്തുണയ്ക്കാന്ന് പറയില്ലേ, മന്ത്രിസഭയിൽ പങ്കെടുക്കാതെ പുറത്തു നിന്ന് പിന്തുണയ്ക്കേണ്ടി വരും. കാരണം പുള്ളി ലോട്ട് ക്യാൻ ചേഞ്ച് ഇൻ ദ ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറഞ്ഞത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെർ ഹി കംസ് ഫ്രം. സ്ലോട്ടിന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും അയാൾക്ക് ഉള്ള പ്ലേയേഴ്സിനെ കളിപ്പിക്കാൻ പറ്റാത്തതിന്റെ ഒക്കെ മാനിച്ചുകൊണ്ട് തന്നെ ഐ തിങ്ക് ഹി ഹാസ് ബീൻ ഗിവൺ എ വെരി റോ ഡീൽ ബൈ ഹ്യൂസ് ആൻഡ് എഡ്വേർഡ്സ്. ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് അതിന് പറയുന്നത് ക്ലോപ്പിന് ഇത്ര പോലും കൊടുത്തില്ല എന്നുള്ളത് ആണ്. പക്ഷെ ഒരു സത്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, വീണ്ടും ഒരു ക്ലോപ്പോ, വീണ്ടും ഒരു ഫെർഗ്യൂസനോ, വീണ്ടും ഒരു വെങ്ങറോ, വീണ്ടും ഒരു പ്രൈം മൊറീനിയോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സോ സ്ലോട്ട് ഈസ് നോവെയർ ക്ലോസ് ടു വാട്ട് ക്ലോപ്പ് ആസ് എ മാനേജർ വാസ്, ഓർ ക്ലോപ്പ് ആസ് എ പ്ലെയർ വാസ്, സോറി ആസ് എ പേഴ്സൺ വാസ്. സോ സ്ലോട്ട് ഒരു ലിമിറ്റഡ് മാനേജറാണ്. സോ ആ മാനേജറാണ്. ആൻഡ് ഇപ്പം പ്രീമിയർ ലീഗിലുള്ളത് എല്ലാം ലിമിറ്റഡ് മാനേജേഴ്സ് തന്നെയാണ്. ഇപ്പം പെപ് ഗാർഡിയോള പോയതോടുകൂടി എല്ലാരും എന്താ പറയാ, ഒരു അത്രേ ഉള്ളൂ, ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയ ആരുമില്ല. സോ പുള്ളി ഉദ്ദേശിച്ചത് ഒരു 2-3 വിങ്ങേഴ്സും ഒരു കംപ്ലീറ്റ് സ്ക്വാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ ഫുട്ബോൾ കളിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന്റെ ഒരു ആർഗ്യുമെന്റ് ആണ് പുള്ളി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളിയുടെ അസിസ്റ്റന്റ് മാനേജറിനെ കൊണ്ടുവരുന്നതും പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ. ആൻഡ് ഈ ലീഗ് അടിച്ചത് കൊണ്ട് ഒരു നവംബർ വരെ അല്ലെങ്കിലും ഒരു ഒക്ടോബർ വരെ ടൈം കൊടുത്തിട്ട് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ വി ഹാവ് ടു unfortunately let him go, because I think he'll do
ഫോർ ഹിം ഓൾസോ. കാരണം ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ അയാളൊരു തിരിച്ചു വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മൊത്തം പ്രശ്നമാണ്. ഗണേഷ പറഞ്ഞോ, എന്തോ പറയാനായിരിക്കും. ബ്രണ്ടൻ റോജേഴ്സ് 2016 എനിക്ക് സുദീപ് പറഞ്ഞ രണ്ട് കാര്യത്തിനോട് മാത്രമേ എതിർപ്പുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാല് ലിവർപൂൾ ഫാൻസ് ഇങ്ങനെ പറയുന്നത് കൊണ്ടല്ല സ്ലോട്ട് അങ്ങനെ പ്രസ് കോൺഫറൻസിൽ സംസാരിച്ചത്. മൂപ്പര് ചെയ്തുകൊണ്ടാണ് ലിവർപൂൾ ഫാൻസ് ഇങ്ങനെ പറയാൻ തുടങ്ങിയത്. രണ്ടും ഒപ്പം നടന്ന ഇതല്ല. മൂപ്പര് പറഞ്ഞതിന്റെ റിയാക്ഷൻ ആണ് ലിവർപൂൾ ഫാൻസ് കാണിക്കുന്നത്. അല്ലാതെ ലിവർപൂൾ ഫാൻസ് ഇങ്ങനെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അയക്കുന്ന മെസ്സേജ് ഒന്നും മൂപ്പര് കാണുന്നില്ല. മൂപ്പര് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ റിയാക്ഷൻ വരുന്നത്. വേറൊന്ന്, ഇതിലും ഭംഗിയായി ഇതിലും നല്ല രീതിയിൽ അടുത്ത സീസണിൽ കളിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഈ കളിച്ച ഇതിലും നന്നായിട്ട് കളിക്കാൻ. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഒന്നും കളിച്ചിട്ടില്ല. എന്താ കളിച്ച്? ഒരു ഫുട്ബോൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ല. അപ്പൊ ഇതിലും നന്നായിട്ട് കളിക്കാൻ പറ്റട്ടെ എന്ന് പറയാൻ, ഇതിലും നന്നായിട്ട് പറയാം. ഇതിപ്പോ എന്താ പറയാ, ക്രിക്കറ്റില് ആദ്യത്തെ ബോൾ എറിയാൻ പോവാണ്. അപ്പോ 0.1 ചെയ്യാൻ പോവാണ്. അപ്പോ പുറത്തുനിന്ന് സെയിം ബോൾഡാന്ന് പറയുന്ന പോലെ ഉണ്ട്. അതിന് മുമ്പ് ബോൾ എറിഞ്ഞിട്ടില്ല. സെയിം ബോൾഡാ പറയുന്ന പോലെ ഉണ്ട്. മുമ്പ് ബോൾ എറിഞ്ഞാലേ നടക്കുള്ളൂ, എറിഞ്ഞിട്ടില്ല. അപ്പോ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെയും ലൈക്ക് 0 സ്റ്റാർട്ട് ചെയ്യണം ഒരു സീസൺ കഴിഞ്ഞിട്ട്. അതായത് ഇത് നമുക്കൊരു പുതുമയല്ല എന്നെ സംബന്ധിച്ചുള്ള. കാരണം എപ്പോഴൊക്കെ നമ്മൾ കപ്പടിച്ചിട്ടുണ്ടോ അടുത്ത സീസൺ മൊത്തം ഡൗൺ ആണ്. ചാമ്പ്യൻസ് ലീഗ് അടിച്ച സീസൺ ഡൗൺ ആണ്. പ്രീമിയർ ലീഗ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത സീസൺ ഡൗൺ ആണ്. ഇപ്പോഴും അതുപോലെ പ്രീമിയർ ലീഗ് അടിച്ചു, അതിനുശേഷം ഡൗൺ. ഇതിപ്പോ വല്ലാത്ത ഡൗൺ ആയി പോയി. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഡി എൻ എയിലുള്ളതാണ്. അപ്പൊ മുഴുവൻ സ്ലോട്ടിനെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ? അല്ല, സ്ലോട്ടിനെ ബ്ലെയിം ഞാൻ എന്റെ ലൈഫ് എക്സ്പീരിയൻസിലാണ് പറയുന്നത്. അതായത് നമ്മളൊരു ചാലഞ്ച് ഫേസ് ചെയ്യുമ്പോ നമ്മുടെ നാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ എന്താ പറയാ, എല്ലാം കൈവിട്ടു പോകും. സ്ലോട്ടിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പുള്ളി ഹീസ് നോട്ട് ഇൻ കൺട്രോൾ ഓഫ് ദ ക്ലബ്, ഹീസ് നോട്ട് ഇൻ കൺട്രോൾ ഓഫ് ഹിംസെൽഫ്, ഹീസ് നോട്ട് കൺട്രോൾ ഓഫ് ദ പ്ലേയേഴ്സ്. അതിലൊരു സംശയമില്ല. കാരണം ഇന്നലെ അയാളുടെ ബിഹേവിയർ, മറ്റേ സലയുടെ ഫെയർവെൽ, അയാളുടെ ബിഹേവിയർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഹീസ് സ്കാഡ്. അതായത് പുള്ളി മൈക്ക് എടുത്ത് കഴിഞ്ഞാൽ ആൾക്കാർ പോവും. സല മൈക്ക് എടുത്താൽ എന്തെങ്കിലും പറയോ? ഇനിയിപ്പോ പുള്ളി ക്രൗഡിനെ പോയി അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പോവും. അപ്പൊ ആ സലയുടെ ഫെയർവെല് പ്രശ്നമാവും. അപ്പൊ അയാൾക്കറിയാം, അയാൾ ഹി ചോസ് ദ ലീസ്റ്റ് ഡേഞ്ചറസ് തിങ് ടു ഡു ഇസ് ദാറ്റ് ടു സിറ്റ്. അപ്പൊ ആൾക്കാർ എന്താണ് ഇയാൾ മിണ്ടാത്തത്, അല്ലെങ്കിൽ എന്താണ് ഇയാൾ വരാത്തത്? അതായത് ദിസ് ഇസ് ദ വേസ്റ്റ് ഓപ്ഷൻ ഫോർ ഹിം. ഈ മോശമായ കുറെ ഓപ്ഷൻസിൽ ഏറ്റവും നല്ല ഓപ്ഷൻ അയാൾ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഫ്രം എ ഹ്യൂമാനിറ്റേറിയൻ പെർസ്പെക്ടീവ്, ലൈക് ഫ്രം എ ഒരു എന്താ പറയാ, ഇപ്പം റോബർട്ട്സന്റെ കോട്ട്സ് ഉണ്ട്, പലരുടെയും കോട്ട്സ് ഉണ്ട്, ജോട്ടയുടെ കുറിച്ച് പറ്റും. പക്ഷെ ഞാൻ പറയുന്നത് ഫ്രം എ സ്ലോട്ട് പോയിന്റ് ഓഫ് വ്യൂ, ലീഗ് അടിച്ച മാനേജറാണ്, അതിനെ നമുക്ക് അങ്ങനെ ക്ലോപ്പിന്റെ ടീമാണെന്നൊക്കെ തള്ളിക്കളയാം. എന്നാലും ലീഗ് അടിച്ച മാനേജറാണ്. അത് ഇവിടെ മാത്രമല്ല, അതായത് എറിഡിവിസിയും അടിച്ച ആളാണ്. അപ്പൊ പറയാം ടെൻ ഹാഗ് അവിടെ അടിച്ചിട്ടുണ്ടെന്ന് പറയാം. എന്നാലും ഒരു സക്സസ്ഫുൾ യങ് മാനേജറാണ്. കുറെ മെട്രിക്സ് വരുന്നുണ്ട്. പക്ഷെ ഈ മെട്രിക്സ് വെച്ച് മാനേജറിന് സൈൻ ചെയ്യുമ്പോൾ ഈ ടെമ്പറമെന്റും ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അത് എത്രത്തോളം അവര് വാല്യൂ ചെയ്യും എനിക്കറിയില്ല. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മുടെ ex-CM സഖാവ് പിണറായി വിജയന്റെ കാര്യം പറയുമ്പോഴും ഒരു അഡ്വേഴ്സിറ്റി വരുമ്പോൾ എല്ലാവർക്കും പിണറായി വിജയൻ ഭയങ്കര ആശ്വാസമായിരുന്നു. കാരണം പുള്ളി 6 മണിക്ക് വന്ന് പ്രസ് കോൺഫറൻസിൽ ഒരു നാടിന് കൊടുത്ത ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതേപോലെ സ്ലോട്ടിന് ഈ സീസണിൽ ചെയ്യാൻ പറ്റിയില്ല. അതായത് ക്ലബ്ബ് ഒരു കലാമിറ്റി അല്ലെങ്കിൽ ഒരു ഫുട്ബോളിംഗ് വൈസ് ആൻഡ് നോൺ ഫുട്ബോളിംഗ് വൈസ് ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുമ്പോൾ ഹി കുഡന്റ് ലിവ് അപ്പ് ടു ഇറ്റ്. 2 ഓപ്ഷൻ ഉണ്ട്. ഈദർ യു ക്യാൻ സാക്ക് ഹിം. The only reason Slot was not slacked this season was because he won the league last season. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് പുള്ളിയെ, അല്ലെങ്കിൽ ഈ റിസൾട്ട്സ് വന്നാൽ എന്ത് വന്നാലും മാനേജറിനെ സാക്ക് ചെയ്യേണ്ട ഓൺ ദ പിച്ച് റിസൾട്ട്സും ആണ്, ക്ലബിന്റെ അവസ്ഥയും അതായത് ഓഫ് ദ പിച്ചും ആണ്. സോ ഒരു അഡ്വേഴ്സിറ്റി വന്നപ്പോൾ കംപ്ലീറ്റ്ലി തകർന്നു പോയി. ആ ഒരു ട്രസ്റ്റ് നമ്മൾ ചിലപ്പം സ്ലോട്ടിന് കൊടുത്തു കഴിഞ്ഞാൽ, ഇഫ് ഹി ഗെറ്റ്സ് ദ സമ്മർ ടൈം ടു ഗെറ്റ് ഹിസ് പ്ലേയേഴ്സ്, അതായത് പലരും നെഗറ്റീവായി പറഞ്ഞ ഒരു കാര്യമാണ്, അതായത് ഇത്രയും നല്ല സ്ക്വാഡ് ഉണ്ടായിട്ടും നമ്മൾ ഇത്രയും മോശമായി
മോശമായിട്ട് കളിച്ചു. അപ്പൊ ഗണേശൻ കഴിഞ്ഞ തവണ പറഞ്ഞൊരു ആർഗ്യുമെന്റ് ആണ്, പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോ ഇനി ഈവൻ ഇഫ് സ്ലോട്ട് ഫെയിൽസ് ഏർലി നെക്സ്റ്റ് സീസൺ, വി ക്യാൻ സൈൻ അനദർ മാനേജർ, ക്വാളിറ്റി പ്ലേയേഴ്സ് ആർ ദയർ. ഈവൻ ഒരു കുറച്ചും കൂടി ബെറ്റർ സ്ക്വാഡ് ആയിരിക്കും നെക്സ്റ്റ് സീസൺ. കാരണം നമ്മളിൽ പൈസയുണ്ട്. സലയുടെ വേജസ് പോയി, റോബർട്ട്സന്റെ വേജസ് പോയി, കർട്ടിസ് ജോൺസ് വിൽ ബി സോൾഡ് മോസ്റ്റ് പ്രോബബ്ലി 100% പ്രോഫിറ്റ് ആണ്. സോ ദർ ഈസ് എ net spend of around 180 to 200 million possible in this window. അപ്പൊ നെറ്റ് അത്രയും സ്പെൻഡ് വരുമ്പോൾ അലോങ് വിത്ത് ദാറ്റ് ഒരു 300 million 350 million 400 വരെ പോകും. സോ അതങ്ങനെ ഒരു ചാൻസ് കൊടുക്കാം. ഞാൻ ഇത്രയും ആർഗ്യുമെന്റ് പറയുന്നത് നോട്ട് ബിക്കോസ് ഐ വാണ്ട് ഹിം ടു സ്റ്റേ, ഐ എം സെയിങ് ബിക്കോസ് ദ ക്ലബ് ചോസ് ഹിം ടു സ്റ്റേ. അതായത് പുള്ളിയെ വെക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊന്ന് എന്തായാലും മാറ്റാൻ പോണില്ല. അപ്പൊ വെറുതെ ഒച്ചയും പുളി ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ മാച്ചും ഇല്ല, ഒന്നുമില്ല. സോ ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് ഹി ക്യാൻ ടേൺ ഇറ്റ് അറൗണ്ട് ആൻഡ് കം ബാക്ക് സ്ട്രോങ്. വേറെ അതിനകത്ത് എനിക്ക് ഓബിനൊന്നും മിണ്ടിയിട്ടില്ല കുറെ നേരമായിട്ട്. സാക്ക് ചെയ്യുന്നത് എനിക്ക് ആരും താല്പര്യമില്ല. എന്താ പറയാ, at the end of the day ഒരാളെ ജോബ് പോവും. That's what sacking is, right? പ്ലേയേഴ്സിനെ സെയിൽ ആണെന്നുണ്ടെങ്കിൽ പ്ലേയേഴ്സ് സെയിൽ ചെയ്യുന്നതിൽ പ്രശ്നമില്ല, പ്ലേയേഴ്സിനെ റിലീസ് ചെയ്യുന്നതിൽ ഐ പേഴ്സണലി ഡോണ്ട് വാണ്ട്. ഇപ്പം റീസ് വില്യംസ് അച്ചങ്ങ എവിടെ ഉണ്ട്, വി ക്യാൻ ആക്ച്വലി റിലീസ് ഹിം, റൈറ്റ്? വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു സെവറൻസ് പേ കൊടുത്ത് റിലീസ് ചെയ്യാം. പക്ഷെ റിലീസ് ചെയ്തിട്ട് ആരെങ്കിലും സൈൻ ചെയ്യുമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഐ പേഴ്സണലി, എന്റെ വയസ്സ് ഒന്നുമല്ലല്ലോ പോകുന്നത്, ബട്ട് സ്റ്റിൽ പേഴ്സണലി ഐ വുഡ് സേ ദാറ്റ് നമുക്ക് ക്ലബിന് ആ ഒരു ചെറിയ വേജ് കൊടുത്തിട്ട് നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തിക്കോട്ടെ. ഒരാൾക്കും ശമ്പളങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. സോ സാക്കിംഗ് ആയാലും റിലീസിംഗ് ആയാലും വലിയ താല്പര്യമില്ല എനിക്ക്. ദാറ്റ് ബീങ് സെഡ്, ക്ലബിന്റെ പ്രോഗ്രസ് നമ്മൾ നോക്കേണ്ടതാണ്. എങ്ങനെ പോയാലും ഇപ്പൊ ക്ലബ്ബ് നമ്മൾ സാക്ക് ചെയ്യുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് സ്ലോട്ടിനോട് വെച്ച് അടുത്ത സീസണിലും 5th, 6th, 7th ആണെന്നുണ്ടെങ്കിൽ there is no point, right? അപ്പം അവിടെ അത് സ്ലോട്ടിന് ഒരാൾക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാരെ പണി പോകുന്ന അവസ്ഥയാണ്. I would still give one season more. One season എന്നല്ല, ഒരു പകുതി സീസൺ എന്തായാലും, പകുതി സീസൺ ഒരു ടോപ്പ് 2 അഗൈൻ ലീഗ് അടിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, അടിക്കണ്ട എന്നുള്ളതല്ല, ബട്ട് സ്റ്റിൽ റിയലിസ്റ്റിക്കലി ഈ ഒരു കളി വെച്ചിട്ട് അടുത്ത സീസണിൽ പോയിട്ട് കപ്പടിക്കാൻ പറ്റുന്നുള്ള വിശ്വാസം എനിക്കില്ല. ബട്ട് ഒരു ടോപ്പ് 2 ഇല്ലെങ്കിൽ സംവെയർ നിയർ ആ ചാലഞ്ചിങ് ഓൺ മൾട്ടിപ്പിൾ കപ്സ്, ആ ഒരു ലെവലിലേക്ക് അടുത്ത സീസണിലേക്ക് എത്തുമെങ്കിൽ ഹി ക്യാൻ സ്റ്റേ. അല്ലാന്നുണ്ടെങ്കിൽ വിൽ ഹാവ് ടു ലുക്ക് ഫർദർ സംവെയർ എൽസ്. ഇൻ ടേംസ് ഓഫ് സ്പെൻഡിങ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് കുറെ അധികം വേണ്ടി വരും. സല പോയി, ദർ ഇസ് നോ റൈറ്റ് വിങ്ങർ. ഒന്നാമത് ഈ സീസൺ സല ഉണ്ടായിട്ട് തന്നെ വി വർ ഷോർട്ട് സ്റ്റാഫ്ഡ്, അറ്റാക്കിംഗ് പ്ലേയേഴ്സ് എന്ന് പറയാൻ ഇസാക്കും പിന്നെ എക്കിറ്റിക്കെ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഗാക്പോ, എക്കിറ്റിക്കെ നെക്സ്റ്റ് സീസൺ കളിക്കൂല, അറ്റ്ലീസ്റ്റ് ഒരു ഫസ്റ്റ് 6-7 months എന്തായാലും കളിക്കൂല. ഇസാക്ക് ഫുള്ളി ഫിറ്റ് ആണെങ്കിൽ ഗ്രേറ്റ്, അതും ആവുമോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും വലിയ ഐഡിയ ഇല്ല. കാരണം ഈ സീസണിലെ ഒരു അവസ്ഥ വെച്ചിട്ട് അത് ആവാണ്ടിരിക്കാം. അങ്ങനെ പോവാണെങ്കിൽ നമുക്ക് ഗാക്പോ മാത്രമാണ് ഒരു ഓപ്ഷൻ. സല എന്നൊരു പേര് പോലും അവിടെ ഇല്ല. അങ്ങനൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു 2-3 സൈനിങ് വേണം. ഫ്രണ്ട് 3 ഫ്രണ്ട് 2 എങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഡിഫൻസില് കൊനാറ്റെ ആസ് ഓഫ് നൗ ലിവർപൂൾ പ്ലെയർ ആണ്. ഒരു 5 ദിവസം കൂടി ഉണ്ട് അല്ലേ? ജൂൺ വരെ, അപ്പൊ ഒരു മാസം കൂടി ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ കൊനാറ്റെ ഇവിടെ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്കറിയില്ല. ബാക്കിയുള്ള ഓപ്ഷൻസ് വാൻ ഡൈക്ക്, ഹു ഇസ് 33, 34 ആയി ഇപ്പോ വേൾഡ് കപ്പിലാവുമ്പോ. ഓക്കെ, 34. Second senior most option is Joe Gomez, who can never be fit. Again, fit ആയ ആ ഒരു ഫിറ്റ് ആയിട്ട് മൊമെന്റം ഉണ്ടെങ്കിൽ നല്ല പ്ലെയർ, ഗ്രേറ്റ്. പക്ഷെ ഫിറ്റ് ആവുമെന്ന് അറിയില്ല. മൂന്നാമത്തെ ഓപ്ഷൻ ജെറമി ജാക്വറ്റ്, ഹു ഇസ് കമ്മിങ് ബാക്ക് ഫ്രം എ ഷോൾഡർ ഇഞ്ചുറി, 20 വയസ്സ്. നാലാമത്തെ ഓപ്ഷൻ ലിയോണി, 19 വയസ്സ്, ACL കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഓപ്ഷൻ. സോ ബേസിക്കലി നമുക്ക് കൊണാറ്റ് സൈൻ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അവിടെയും വേണം 1-2. റോബർട്ട്സൺ പോയി,
സിമിക്കസ് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. സിമിക്കസ് വന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരാൾ വേണം. റൈറ്റ് ബാക്കില് ഫ്രിംപോങ് ഇപ്പൊ റൈറ്റ് ബാക്ക് ആണോ റൈറ്റ് വിങ് ആണോ എന്നുള്ളത് ആദ്യം ഒരു തീരുമാനമാവണം. ആ തീരുമാനമായി കഴിഞ്ഞിട്ട് വേണം റൈറ്റ് ബാക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരാൾ വേണം. കാരണം ബ്രാഡ്ലി കളിക്കൂല, റാംസിനെ കളിപ്പിക്കൂല. So you don't have a right back, you don't have a left back backup, you don't have a CB backup, you don't have anyone in attack. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സീസൺ. സോ ഒരു മിനിമം 5-6 പ്ലേയേഴ്സ് വന്നാൽ വീണ്ടും ഒരു ട്രാൻസിഷൻ സ്റ്റേജിലേക്ക് വരുമോ എന്ന് പേടി എനിക്കുണ്ട്. സോ പ്രതീക്ഷ പറയുന്നില്ല, അതുകൊണ്ടാണ് തന്നെ എന്താ പറയുക ടോപ്പ് PL അടിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ദാറ്റ് ആ ഒരു മൊമെന്റം ഉണ്ടെങ്കിൽ, അതായത് വി ക്യാൻ കമ്പീറ്റ്. ഈ സീസണിൽ അത് കണ്ടില്ല, അടുത്ത സീസണിൽ അത് കാണിക്കുന്നുണ്ടെങ്കിൽ ഹി ക്യാൻ കണ്ടിന്യൂ. എല്ലാം നിങ്ങൾ സാക്ക് ചെയ്യേണ്ടി വരും. പേടിക്കണ്ട, കാരണം ട്രാൻസിഷൻ സീസൺ എന്താണെന്ന് ഈ സീസൺ ഇതുപോലെ തന്നെ ആവുന്ന പറയുന്നത്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് സ്ലോട്ട്. അപ്പൊ അതുപോലെ തന്നെ സീസൺ ആവും. ഈ സീസൺ ട്രാൻസിഷൻ ഒന്നും അല്ലായിരുന്നു. നമ്മൾ അതിനൊരു ട്രാൻസിഷൻ ആയിട്ട് കാണേണ്ട കാര്യമില്ല. ഈ സീസൺ ഒരു ട്രാജഡി തന്നെയായിട്ട് കാണണം. കാരണം ഒരു ട്രാൻസിഷൻ ആണെങ്കിൽ ക്ലബിന്റെ മൂഡ് ഇങ്ങനെ ആയിരിക്കില്ല. ദ മൂഡ് ഓഫ് ദ ക്ലബ് ഇസ് വെരി ബാഡ്. അതില് അപ്പം ആരൊക്കെയാണ് കാരണം എന്നോ എന്തൊക്കെയാണ് കാരണം എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പോഡ്കാസ്റ്റിൽ പലവട്ടം പറഞ്ഞതുമാണ്. മോർ ദാൻ പോയിന്റ്സ് ഓൺ ദ ടേബിൾ. അതായത് ഞാൻ വേറൊരു ആൾക്കാർ സംസാരിക്കുമ്പോഴും ലിവർപൂൾ എന്ന ക്ലബ് ഇങ്ങനെ ആവരുത് എന്നൊക്കെ കുറെ പേര് പറയും. പക്ഷെ ലിവർപൂൾ എന്ന ക്ലബ്ബ് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. അതായത് നമ്മുടെ ഓൺ ദ പിച്ച് റിസൾട്ട്സും നമ്മളിപ്പോ 30 വർഷമായി കളി കാണുന്നവർക്ക് അറിയാം. ലിവർപൂൾ ഇസ് നോട്ട് യുവർ റയൽ മാഡ്രിഡ്, ലിവർപൂൾ ഇസ് നോട്ട് യുവർ പെപ് ഗാർഡിയോളാസ് അല്ലെങ്കിൽ എത്തിഹാദുകാരുടെ സിറ്റി അല്ലല്ലോ. സോ ബട്ട് ദ മൂഡ് ഓഫ് ദ ക്ലബ് വാസ് ഓൾവേസ് അപ്ബീറ്റ്. അതായത് റോയ് ഹോട്ട്സന്റെയും ബ്രണ്ടന്റെ ലാസ്റ്റ് സീസണും ഒഴിച്ചാൽ I think Klopp era kind of spoiled us in terms of the players' commitment towards the cause. അതാണ് സത്യാവസ്ഥ. കാരണം ക്ലോപ്പിന്റെ സീസണിൽ ഫസ്റ്റ് സീസണിലാണെങ്കിലും സെക്കൻഡ് സീസണിലാണെങ്കിലും പ്ലേയേഴ്സിനൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അവിടെ പേഴ്സണാലിറ്റിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് അതാ ഞാൻ പറയുന്നത്. അതായത് ഒരു അഡ്വേഴ്സിറ്റി വരുമ്പോ വേണ്ട പേഴ്സണാലിറ്റി അല്ല ഒരു വാർ ടൈമിൽ അല്ലെങ്കിൽ ഒരു പീസ് ടൈമിലും അങ്ങനെ പറയില്ല. പീസ് ടൈം പ്രസിഡൻസ് ആൻഡ് വാർ ടൈം പ്രസിഡൻസ് എന്ന് പറഞ്ഞ പോലെയാണത്. നമ്മുടെ ക്ലബിന് ശരിക്കും ഈ ട്രാജഡിയും ഇത്രയും പ്രശ്നം വരുമ്പോൾ ഒരു ക്ലോപ്പിനെ പോലത്തെ അല്ലെങ്കിൽ കുറച്ചും കൂടി ലാർജർ ദാൻ ലൈഫ് അല്ലെങ്കിൽ കുറച്ചും കൂടി പേഴ്സണാലിറ്റി ഉള്ള ഒരു മാനേജർ ആയിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ വി തോട്ട് ദാറ്റ് ഈസ് ഗോണ ബി പീസ് ടൈം നൗ. സോ പക്ഷെ അതൊക്കെ കൂടി ഫ്ലോപ്പ് ആയി. ഇനിയിപ്പോ അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ കാര്യമില്ല. ആൻഡ് ഇറ്റ്സ് എ കളക്റ്റീവ് ഫെയിലിയർ ഇൻ ടേംസ് ഓഫ് ഐ തിങ്ക് വി കാൺട്ട്. നമ്മള് സ്ലോട്ടിനെയും ഹ്യൂസിനെയും എഡ്വേർഡ്സിനെയും പറഞ്ഞു. നമ്മൾ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആവുകയാണെങ്കിൽ ഐ തിങ്ക് വി കാൺ നോട്ട് ക്രിട്ടിസൈസ് മെക്കാലിസ്റ്റർ, വി കാൺ നോട്ട് ക്രിട്ടിസൈസ് ഫ്ലോറിയൻ വേർഡ്സ് ഓൾസോ. കാരണം ഹി ഓൾസോ ഡിഡ്ന്റ് ലിവ് അപ് ടു ആ ഒരു ഇഞ്ചുറി വന്ന ശേഷം. ആ ഇഞ്ചുറിക്ക് തൊട്ട് മുമ്പ് ഹി വാസ് ഹിറ്റിംഗ് ദ ഫോം. ബട്ട് അതിനുശേഷം ഫ്ലോറിയൻ വേർഡ്സിന്റെ കയ്യിൽ നിന്നൊന്നും നമുക്ക് കാര്യമായിട്ട് ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല. Some of the players actually didn't live up to what they are. Konate was extremely bad in major parts of the season. Konateയുടെ മോശം പെർഫോമൻസിനും മെക്കാലിസ്റ്ററിന്റെ മോശം പെർഫോമൻസിനൊക്കെ എക്സ്ക്യൂസസ് ഇല്ല. അതിലൊരു എന്താ പറയാ, ഒരു മാനേജറിന്റെ പൊസിഷനിങ് ഒന്നുമല്ല. അതൊരു അങ്ങനെയാണെങ്കിൽ സൊബോസ്ലൈ എന്നും നന്നായി കളിച്ചെന്ന് ചോദിക്കേണ്ടി വരും. സൊബോസ്ലൈ വാസ് എക്സലന്റ് ത്രൂ ഔട്ട് ദ സീസൺ. അപ്പോ ഗ്രാവൻബർഗ് ഐ ഹാവ് സിമ്പത്തീസ് ബിക്കോസ് പുള്ളിയുടെ റോള് സ്ലൈറ്റ് ആയിട്ട് മാറി. അപ്പൊ പുള്ളിക്ക് അതിനുള്ള സ്കിൽസ് ഇല്ലാത്തതാണോ അതോ ആ ടീമിന്റെ ഒരു ബാലൻസ് ഇല്ലാത്തതാണോ എന്നുള്ളൊരു സംശയമുണ്ട്. കെർക്കേസ് ഐ വിൽ ഗിവ് ഹിം എ ബിറ്റ് ഓഫ് ലെസ് സ്ലാക്ക് ബിക്കോസ് പുള്ളി സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ കെർക്കേസ് നന്നായി ഇംപ്രൂവ് ആയി നന്നായി കളിച്ചു. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഓഫ് സീസൺ ഹി വാസ് ക്വൈറ്റ് ബാഡ്. വാൻ ഡൈക്ക് വാസ് ഗുഡ് but not your usual Van Dijk because of age. We know that. Frimpong injury പ്രശ്നമാണ്.
വേറെ ഗാക്പോ ഐ വുഡ് നോട്ട്, എന്താ പറയാ, ഗാക്പോന്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഗാക്പോ അല്ലല്ലോ എല്ലാ കളിയും കളിക്കും. അവിടെ ഐ വുഡ് ബ്ലെയിം ദ മാനേജർ. കാരണം ഗാക്പോ അല്ല എന്നെ എല്ലാ കളിയും ഫ്രണ്ടിലും സൈഡിലും കളിപ്പിക്കുന്നു പറയുന്നു. കാരണം ഗാക്പോ ഇസ് ഐഡിയലി യുവർ സെക്കൻഡ് സ്ട്രൈക്കർ ആൻഡ് ഇസ് ഐഡിയലി യുവർ ഫസ്റ്റ് ഓപ്ഷൻ സ്ട്രൈക്കർ. അതായത് ക്ലബ് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇടയ്ക്ക് പ്രീമിയർ ലീഗ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു, ഇടയ്ക്ക് മാച്ചസിന് വരുന്നു, നന്നായി കളിക്കുന്നു എന്നുള്ളതല്ലാണ്ട് ഗാക്പോനെ ഒരു ലീഡ് വിങ്ങറോ അല്ലെങ്കിൽ ലീഡ് നമ്പർ 9 ആയിട്ട് കളിക്കാൻ ഉദ്ദേശിച്ചതും അല്ല. അപ്പോ ഗാക്പോന്റെ കാര്യത്തിൽ തീർച്ചയായും വി ഹാവ് എ ലോട്ട് ഓഫ് എന്താ പറയാ, ഐ ഹാവ് എ ലോട്ട് ഓഫ് സിമ്പത്തീസ് ഫോർ ഹിം. കാരണം ഡിയാസിന് പകരം ഒരാളെ മേടിച്ചിരുന്നെങ്കിൽ ഗാക്പോ കളിക്കില്ലായിരുന്നു വിങ്ങർ. ഐ എം 100% ഷുവർ ഓഫ് ദാറ്റ്. സല ഹാസ് ബീൻ ഡിസപ്പോയിന്റിങ് ദിസ് സീസൺ. അത് ഏജ് ആണോ, ഹിസ് ആറ്റിറ്റ്യൂഡ് ആണോ, പുള്ളിയുടെ ഈ പ്രോജക്റ്റിലുള്ള കൺവിൻസിങ് അല്ലാത്ത പ്രശ്നമാണോ എനിക്കറിയില്ല. ആലിസൺ വാസ് എ ഗുഡ് ആസ് യൂഷ്വൽ അപ്പാർട്ട് ഫ്രം ഹിസ് ഇഞ്ചുറീസ്. സോ ഐ ഫീൽ സം ഓഫ് ദ പ്ലേയേഴ്സ് റിയലി ലെറ്റ്. എനിക്ക് മെക്കാലിസ്റ്ററിനെ ദേഷ്യമല്ല, ഐ എം ഡിസപ്പോയിന്റഡ് ബിക്കോസ് ഐ നോ ദാറ്റ് ഹീസ് ഗോണ ടേൺ ഇറ്റ് അപ്പ് ഫോർ ദ വേൾഡ് കപ്പ്. വേൾഡ് കപ്പിൽ പുള്ളി കിടിലമായി കളിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. സോ അവിടെ ഒരു ഇതുണ്ട്. ബാക്കി ഇറ്റ്സ് എ സീസൺ ഓഫ് ലോട്ട് ഓഫ് മിസ്സസ് ദെൻ അല്ലേ, ലോട്ട്സ് ഓഫ് ഡൗൺസ് ദെൻ അപ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ. നമുക്ക് ഈ വീക്കെൻഡിലെ മാച്ചസിനെ കുറിച്ച് പറയാം. ലിവർപൂൾ ബ്രെൻഫോർഡ് മാച്ചിനെ കുറിച്ച് കാര്യമായിട്ട് പറയാനില്ല. ബ്രെൻഫോർഡ് പറഞ്ഞോ, ഗണേശന് പറയാണ്ടെങ്കിൽ പറഞ്ഞോ. എനിക്ക് പറയാനുള്ളത് സ്ലോട്ട് പറഞ്ഞു, വി പ്ലേഡ് ബെറ്റർ. സ്ലോട്ടിൽ പറഞ്ഞോ? ഈ തിരക്കിനിടയ്ക്ക് സാല റോബർട്ട്സൺ ഒക്കെ പോകുന്ന ഇടയ്ക്ക് മൂപ്പര് പറഞ്ഞായിരുന്നു വി പ്ലേഡ് എ ബെറ്റർ ഫുട്ബോൾ ദാൻ ദി ഒപ്പണൻസ്. അപ്പൊ എനിക്ക് അതിൽ തന്നെ ബോധ്യായി നമ്മൾ നന്നായിട്ട് കളിച്ചു. എനിക്ക് പറയാനില്ല സത്യമായിട്ട്. അല്ല, അയാള് സ്ലോട്ട് പറയുന്നതൊന്നും കാര്യം എടുക്കണ്ട. പുള്ളി മറ്റേ എന്താ പന്തം കണ്ട പിരിച്ചായി എന്നൊക്കെ പറഞ്ഞില്ല, ആ അവസ്ഥയാണ്. ഇല്ല, നമ്മളത് എതിർത്ത് കഴിഞ്ഞാൽ ലിവർപൂൾ വേ ആവില്ല എന്ന് നമ്മുടെ സുദീപ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതിനെ എതിർക്കുന്നില്ല. വി പ്ലേഡ് ബെറ്റർ. അല്ല, സംഭവം എന്താ അറിയോ, സംഭവം മറ്റേ ഓബിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് സ്ലോട്ട് കഴിഞ്ഞ സീസൺ പറഞ്ഞു ദാറ്റ് ഈ നമ്മുടെ ട്രോഫി അടിച്ചിട്ട് മറ്റേ ഇതിൽ പോയില്ലേ, ബസ്സിൽ പോകുമ്പോഴാണ് ഹി റിയലൈസ് ദാറ്റ് ലിവർപൂൾ ഇസ് സച്ച് എൻ എനോർമസ് ക്ലബ് എന്ന് പറഞ്ഞു. അതിന്റെ ഒരു മറുവശം പുള്ളിക്ക് ഈ സീസൺ നല്ലോണം മനസ്സിലായി. എനിക്കത് റോബർട്ട്സണും വാൻഡേക്കാണോ പറഞ്ഞത് ദാറ്റ് ലിവർപൂൾ ഹാസ് ദ ബെസ്റ്റ് ഫാൻസ് ഇൻ ദ ഗ്രൂപ്പ് വെൻ വി വിൻ ആൻഡ് ദ വേർസ്റ്റ് ഫാൻസ് ഇൻ ദ വേൾഡ് വെൻ വി ലൂസ്. സല പറഞ്ഞു. സോ അപ്പോ അത് സ്ലോട്ട് നന്നായിട്ട് ബെറ്റർ വിൻ നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞു. സോ അത് നന്നായിട്ട് സ്ലോട്ടിന് ഈ സീസൺ മനസ്സിലായി. കഴിഞ്ഞ സീസൺ തല എല്ലാരും പൊക്കി എടുത്തതും ഈ സീസൺ എല്ലാരും തുപ്പി അങ്ങനെ സൈഡിലാക്കിയിട്ടുണ്ട്. അല്ല, എനിക്ക് ഇതല്ല സംഭവം. കാരണം ഞാന് സ്ലോട്ടിനെ അനൗൺസ് ചെയ്തപ്പോ ഞാൻ മറ്റേ മുമ്പത്തെ കളിയൊക്കെ ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്. അതായത് സ്ലോട്ട് ഹൗ ഹി ടോക്സ് ടു ദ പ്ലേയേഴ്സ്, ഇന്റർനാഷണൽ ബ്രേക്കിൽ എങ്ങനെയാണ് ഒരു സെൻഡ് ഓഫ് കൊടുക്കുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. പിന്നെ സ്ലോട്ട് നമുക്ക് വേണ്ടി സൈൻ ചെയ്തപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. കാരണം വെച്ചാൽ ഒരു എന്താ പറയാ, ഫുട്ബോൾ നോളജ് ഉള്ള കോച്ചാണ്. ഏത് രീതിയിൽ ഏത് ഡയമെൻഷനിലും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോച്ചാണ്. നല്ല വേ ഓഫ് ഫുട്ബോൾ അടിപൊളിയാണ്. ഇതൊക്കെ ഞാൻ ആലോചിച്ചിട്ടാണ് ഐ വാസ് വെരി ഹാപ്പി. ആദ്യത്തെ കളി തന്നെ കിരിക്ക് ഗോടിച്ചപ്പോ നമ്മള് തുടങ്ങി, പഴയ പോലെ തന്നെ നമ്മൾ കളിക്കാൻ തുടങ്ങി. ഈ സീസൺ മര്യാദയ്ക്ക് കളിക്കും. 5 കളി ജയിച്ചു, വല്ലാത്ത സന്തോഷമായിരുന്നു. സാല ഷട്ടൂരിയൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് പെനാൽറ്റി അടിച്ചിട്ട് ബേൺലിയുടെ കൂടെ 5 wins in a row, ദ ചാമ്പ്യൻസ് ആർ ബാക്ക് എന്നൊക്കെ പറഞ്ഞപ്പോ വല്ലാത്ത ഒരു സന്തോഷമായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങനെ തുടങ്ങി. അപ്പോ ആദ്യത്തെ ഒരു 5 കളി തുറന്ന് ഇപ്പൊ ഈ ജോട്ടയുടെ കാര്യം അങ്ങനെ സീരിയസ് ആയിട്ട് ആരും അഫക്ട് ചെയ്തു ഇല്ല എന്ന് പറയുന്നില്ല. സോ വെൻ ഇറ്റ് കംസ് ടു ദ ഗെയിം ലിവർപൂളിന് വേണ്ടി എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നു ഒരു സീസണിന്. ഇപ്പൊ ഞാൻ തന്നെയാണ് സ്ലോട്ട് ഔട്ടിന് ഫ്രണ്ടില് നിൽക്കുന്ന ആള്. ഇങ്ങനെ ഞാൻ കൊടി പിടിച്ച് നടന്നതാണ് സ്ലോട്ടിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. സ്ലോട്ടിന് മാറ്റിയ ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ. കാരണം വെച്ചാല് നമ്മൾ എത്രയോ കളി തോറ്റിട്ടുണ്ട്, എത്രയോ പ്രസ് കോൺഫറൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, എത്രയോ പ്രസ് കോൺഫറൻസ് ഞാൻ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആകെ ഒരെണ്ണത്തിൽ മാത്രമേ എനിക്ക് എതിർപ്പുള്ളൂ. ആസ്റ്റൺ വില്ലയിൽ പോയിട്ട് 4 ഗോൾ മേടിച്ച് നമ്മൾ തോറ്റു.
മൂപ്പര് അതിന് പറഞ്ഞാണ് വി സ്കോർ പ്രിറ്റി ലെസ് എമൗണ്ട് ഓഫ് ഗോൾസ് ബട്ട് ടുഡേ വി സ്കോർ 2 away goals അറ്റ് വില്ല പാർക്ക് ദാറ്റ് ഈസ് നോട്ട് ബാഡ്. നമ്മൾ തോറ്റ കളി. അത് കിളി എനിക്ക് പോയിരിക്കുക. ഞാൻ ഈ പറഞ്ഞ ഒരു അതാണ്. എനിക്ക് ആ സെന്റൻസ്, എനിക്ക് ആ മറ്റേ ഫ്രേസ് മൊത്തം എനിക്ക് മൈൻഡിലുണ്ട്. കാരണം എനിക്ക് അത് അത്രയ്ക്കും വേദനിച്ചു. നീ ഒന്നും പറഞ്ഞില്ല. വി ഡിൻ പ്ലേ ഗുഡ്, തോറ്റു, കുഴപ്പമില്ല, എന്ത് പറഞ്ഞോട്ടെ. എവേ ഗോൾ മറ്റേ UCL വരെ നിർത്തിയത് മൂപ്പര് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ പ്രീമിയർ ലീഗിൽ എന്തിനാ മൂപ്പര് കൊണ്ടുവരുന്നത്? എവേ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും തരാൻ പോകുന്നില്ല, ഉറപ്പാണ്. കളി തോറ്റു 4-2 ദയനീയമായി തോറ്റിട്ട്, അതും മറ്റേ കോർണേഴ്സിലൊക്കെയാ ഗോൾ അടിച്ചിരിക്കുന്നത് നമ്മള്. മറ്റേ ബിൽഡപ്പ് പ്ലേയിൽ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് 2 away goal അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർപൂൾ മാനേജർ ഇതാണോ ലിവർപൂൾ വേ എന്ന് ഉദ്ദേശിക്കുന്നത്? എനിക്ക് അന്ന് തോന്നിപ്പോയി. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഫാൻസ് ചുമ്മാ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ഉറപ്പാണ്. ആരായാലും ഇപ്പൊ മൂപ്പര് പുറത്ത് ഇപ്പൊ പെപ് ഗോർഡിയോള പറഞ്ഞു, എന്നെ എവിടെയെങ്കിലും സ്ട്രീറ്റ്സിൽ വെച്ച് കാണുകയാണെങ്കിൽ മാൻ സിറ്റി ഫാൻസ് ക്യാൻ കം ആൻഡ് ഹഗ് മീ എന്ന് പറഞ്ഞു. സ്ലോട്ടിനെ മറിച്ച് കാണുകയാണെങ്കിൽ ചെവിക്കല് തല്ലി പൊട്ടിക്കുന്ന തോന്നണേ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ. അതറിഞ്ഞോണ്ടല്ലേ മൂപ്പര് ലിവർപൂളിൽ നിൽക്കാണ്ട് മാഞ്ചസ്റ്ററിൽ ആ ഭാഗത്ത് പോയി നിൽക്കുന്നതും അവിടുന്ന് നേരെ ഫ്ലൈറ്റ് കയറി നെതർലാൻഡിൽ പോകുന്നതും. പക്ഷെ അല്ല, സംഭവം എന്താ വെച്ചാല് ഫെയർനൂബിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ അതിന്റെ മുന്നേ ആയാലും, ഹി ഡിഡ്ന്റ് ഹാവ് പ്ലേയേഴ്സ് ഓഫ് ദിസ് സ്റ്റാച്ചർ. ഇപ്പൊ ഒരു കളി തോറ്റാലും മക്കളെ നോക്ക്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കളിക്കേണ്ടത്, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാം. അത് പോയിട്ട് സല, വാൻഡൈക്കിനെ പോലെയുള്ള പ്ലേയേഴ്സിനോട് മൂപ്പർക്ക് തന്നെ പറയാൻ മടിയുണ്ടാവും ചിലപ്പോ. ദീസ് ആർ സൂപ്പർ സ്റ്റാർസ്. ഞാൻ ഇനിയിപ്പോ എന്ത് പറയാനാ, ഞാൻ ഇനി എങ്ങനെ പറയാ എന്നൊക്കെ ആ ഒരു തോട്ട്സ് ഉണ്ടാവും എന്തായാലും. എസ്പെഷ്യലി വെൻ എവരിതിങ് ഈസ് ഗോയിങ് ബാഡ്, നമുക്കും എങ്ങനെ അത് കൺവേ ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷൻ. ഇതൊക്കെയാണല്ലോ യൂഷ്വലി നമ്മള് പലപ്പോഴും പറയുന്നത്. ഈ മിഡ് ടേബിൾ ക്ലബ്സ് മാനേജ് ചെയ്തിട്ട് അവർക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അവർ ടാക്ടിക്കലി ദേ മൈറ്റ് ബി ഗുഡ്, പക്ഷെ ഇത്രയും വലിയ സ്റ്റാർസിനെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മൾ ചെൽസിയിൽ പല സമയത്ത് കാണുന്നതും, ചെൽസി ഒരു വലിയ നല്ല എക്സാമ്പിൾ അല്ലെങ്കിലും, ഈ ചെൽസിയിൽ വരുന്ന ഓരോ മാനേജേഴ്സിൻ്റെതും, ഈവൻ യുണൈറ്റഡിന്റെ ആ കേസിലാണെങ്കിൽ, ഓരോ ടാക്ടിക്കലി സൗണ്ട് മാനേജേഴ്സ് ഇവിടെ വന്ന് സ്ട്രഗിൾ ചെയ്യുന്നുള്ള കാരണം ഈ അവിടെയുള്ള പ്ലേയേഴ്സ് ഫുട്ബോൾ കളിക്കാൻ അറിയാത്തോണ്ടല്ല, അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പീപ്പിൾ ഹു ആർ യൂസ് ടു ഡൂയിങ് ഇൻ എ വേ, അവർക്ക് മാറാൻ താല്പര്യമില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇറ്റ് മൈറ്റ് ടേക്ക് മോർ ടൈം മേ ബി. ഇല്ലെങ്കിൽ ഇയാൾക്കത് സ്ലോട്ട് എന്നല്ല, എല്ലാം ഈ അപ്പ് ആൻഡ് കമ്മിങ് മാനേജേഴ്സിന് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതൊക്കെ കൊണ്ടായിരിക്കും ഈ പലരും വന്ന് അങ്ങനെ തന്നെ സാക്കായി പിന്നെ വീണ്ടും മിഡ് ടേബിൾ പോകുന്നു, സക്സസ് ഉണ്ടാവുന്നു. മോയസ് ഫോർ എക്സാമ്പിൾ, എവർട്ടൺ സ്റ്റിൻഡ് ഗ്രേറ്റ്, യുണൈറ്റഡ് അട്ടർ ഫ്ലോപ്പ്. അത് കഴിഞ്ഞ് പോയി വെസ്റ്റ് ഹാമിനെ ജയിപ്പിച്ചു, ഇപ്പൊ എവർട്ടണിൽ വന്ന് വീണ്ടും ജയിപ്പിക്കുന്നുണ്ട്. ഹീസ് എൻ എക്സ്പീരിയൻസ് മാനേജർ. എല്ലാ ക്ലബിലും ലോസ് കണ്ടിട്ടാണ് ഹൈ കാണുന്നത്. എന്നിട്ട് പോലും ഒരു ബിഗർ സ്റ്റാച്ചറിലെത്തുമ്പോൾ ആ ഒരു പ്ലേയേഴ്സിനെ മോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക്. ഇവർ ആ പഴയ അപ്രോച്ചിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും മിക്കവാറും. അത് ബ്രേക്ക് ചെയ്താലേ സ്ലോട്ടിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എല്ലാവരും ചെൽസിനെ പോലത്തെ സ്ക്വാഡിനെ വീണ്ടും എടുക്കേണ്ടി വരും. എന്നിട്ട് അവിടുന്ന് കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്യണം. ഐ തിങ്ക് ഞാൻ പറഞ്ഞ പോലെ മോർ ഓഫ് എ കേസ് ഓഫ് ഫേസിങ് ഹിസ് ഫസ്റ്റ് അഡ്വേഴ്സിറ്റി. ഇതിൽ നിന്ന് അയാൾ എങ്ങനെ റിക്കവർ ചെയ്യുന്നു, അതുപോലെ ആയിരിക്കും അയാളുടെ കരിയറും ലിവർപൂൾ അയാളുടെ ഫ്യൂച്ചറും ലിവർപൂളിന്റെ ഫ്യൂച്ചറും. അല്ലാണ്ട് ഐ ഡോണ്ട് തിങ്ക് പുള്ളിനെ ഫുട്ബോൾ ഒരു ഒറ്റയടിക്ക് മറന്നുപോയൊന്നുമല്ല പുള്ളി. ഇത് പുള്ളിക്ക് ഇത്രയും വലിയ ക്ലബ്, ഈ ഓബിൻ പറഞ്ഞ പോയിന്റും കൂടെ, ഇത്രയും വലിയ ക്ലബിന്റെ ഒരു പ്രഷർ ഉണ്ടല്ലോ. അതായത് ലിവർപൂൾ എന്ന ക്ലബ് 5 തോറ്റാ വരുന്ന, അയാൾ ജീവിതത്തിൽ 5 തോറ്റിട്ടില്ല അടുപ്പിച്ച്. അപ്പൊ ലിവർപൂൾ എന്ന ക്ലബിന് വേണ്ടി 5 തോക്കുമ്പോഴുള്ള മൊത്തം കയ്യിൽ പോയി, പ്ലസ് ഈ ട്രാജഡീസും ഇഞ്ചുറീസും. അയാൾ പറഞ്ഞല്ലോ, വൺ തിങ് ഐ ക്യാൻ ടെൽ ദിസ് സീസൺ ഇസ് ഇഞ്ചുറി. സോ ഹി തിങ്സ് ദാറ്റ് ഹി ക്യാൻ ബ്രിങ് ഇറ്റ് ബാക്ക്. ലെറ്റ്സ് ഹോപ്പ് ഹി ക്യാൻ. ലെറ്റ്സ് ഹോപ്പ് ഹി ഈസ് റൈറ്റ് ആൻഡ് വി ആർ റോങ്. ഇനി നമുക്ക് ഈ കുറെ ടൈമായി നമ്മൾ ഈ ടോപ്പിക്കിൽ തന്നെ. ഞാനത് വാട്ട് അബൌട്ട് ആർസണൽ വിന്നിംഗ് ദ ലീഗ്? ആരെങ്കിലും കണ്ടോ? എല്ലാം ഒരേ സമയത്താണ്, ഒന്നും കണ്ടില്ല. ഞാൻ കണ്ടില്ല. ഞാൻ ട്രോഫി സെലിബ്രേഷൻ ഒന്നും കണ്ടില്ല. എനിക്ക് ഐ ഹാവ് വെരി ലെസ് എമൗണ്ട് ഓഫ് ആർസണൽ ഫാൻസ്, അതുകൊണ്ട് ഫ്രണ്ട്സ് ആയിട്ട്. സോ
പക്ഷെ അധികം കോഴിക്കോടൊക്കെ ബഹളമൊന്നും എനിക്ക് ആർസണൽ ഫാൻസ് ഉണ്ടായിരുന്നില്ല. ബസ് വാടകയൊക്കെ എടുത്തിട്ട് ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു അറിഞ്ഞു. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ആർസണൽ ഫാൻസ്. കളി ജയിച്ചു. അത് എനിക്ക് ഇഷ്ടമായി. ആക്ച്വലി നല്ല സെറ്റപ്പ്, Yeah. അതെനിക്ക് ഇഷ്ടമായി. അടുത്ത കൊല്ലം നമുക്ക് ചെയ്യാം. അപ്പോ ഈ സ്പേഴ്സ് സർവൈവൽ എനിക്ക് ലാസ്റ്റ് ഗെയിമിൽ എനിക്ക് തോന്നുന്നു അത് മാത്രമായിരുന്നു ഒരു ബിഗ് ഇവന്റ് എന്ന് പറയാനുള്ളത്. വെസ്റ്റ് ഹാമും ജയിച്ചു, സ്പേഴ്സും ജയിച്ചു. അതുകൊണ്ട് പാവം വെസ്റ്റ് ഹാമിന്റെ കാര്യം കുതാഗവ. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്ലബ്സ്. ഒളിമ്പിക് സ്റ്റേഡിയം ഒക്കെ കൊടുത്തതാണ് അവർക്ക്. എല്ലാം കൂടി ആയി വലിയ കാര്യത്തിൽ മോയസിനെ സാക്കല്ല, മ്യൂച്വൽ ആണെങ്കിലും പൊക്കോളം പറഞ്ഞതാണ്. മോയസിന്റെ മറ്റേ ഇതിനകത്ത് പറയുന്നുണ്ട് പുള്ളി, മറ്റേ ആ ഷോയില് ഗാരി നെവിലിന്റെ ഓവർലാപ്പില്. സോ അതും ഒരു ലെസൺ ആണ് ഫോർ ക്ലബ്സ്. നല്ല സ്റ്റെബിലിറ്റി, നല്ല പ്ലേയേഴ്സ്. ഒറ്റയടിക്ക് നമുക്ക് പോയി സമ്മർവില്ലിനെ മേടിക്കാൻ പറ്റിയാൽ സന്തോഷമായിരുന്നു അല്ലേ? ഒരു കാര്യം ആദ്യ ക്ലബിൽ തന്നെ അതിലും നല്ല പ്ലേയേഴ്സ് കിട്ടാനുണ്ട്. ലെഫ്റ്റ് ബാക്ക് ദിയൂഫ് ഉണ്ട്, മാലിക് ദിയൂഫ് ഉണ്ട്, മത്തേസ് ഫെർണാണ്ടസ് ഉണ്ട്. അതന്നെ ഫെർണാണ്ടസ് ഉണ്ട്. മത്തേസ് യുണൈറ്റഡ് എഡേഴ്സന്റെ പുറകെയാണ്. മത്തേസ് ഫെർണാണ്ടസ് ഒക്കെ വെറും ഷാഡോ ആണ്. എഡേഴ്സനാണ് മേടിക്കാൻ പോകുന്നത്. അത് ഏകദേശം കംപ്ലീറ്റ് ആവുന്ന സ്റ്റേജിലാണ്. ഈ എല്ലാ മാച്ചും ഒരേ സമയത്തായിരുന്നല്ലോ. അപ്പൊ ആർസണലിന്റെ മാച്ച് കഴിഞ്ഞപ്പോ റൈസ് അവിടെ ഇങ്ങനെ സൈഡിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു വെസ്റ്റ് ഹാമിന്റെ. അതൊരു വീഡിയോ ക്ലിപ്പ് കണ്ടു. അപ്പോ സ്കോറൊക്കെ നോക്കിട്ട് വെസ്റ്റ് ഹാം റെലഗേറ്റ് ആയെന്ന് ഉറപ്പ് കഴിഞ്ഞപ്പോ ആള് ഭയങ്കര ഡിസപ്പോയിന്റഡ്. വെസ്റ്റ് ഹാം പോയിട്ട് അത് ടച്ചിങ് ആയിട്ട് തോന്നി എനിക്ക്. ബോയ്ഹുഡ് ക്ലബ് അല്ലേ, ക്ലബ് റെലഗേറ്റ് ആവെന്ന് പറഞ്ഞത് മേ ബി ഈ സന്തോഷത്തിനെക്കാട്ടിലും അതിന്റെ ഒരു വേദനയായിരിക്കും കൂടുതൽ. അതെ അതെ. ആക്ച്വലി വെസ്റ്റ് ഹാം ഡിസേർവ് ടു ഗോ ഡൗൺ അല്ലേ ശരിക്കും? കാരണം ഇത്രയും ഉണ്ടായിട്ടും എനിക്ക് തോന്നുന്നത് അടുത്ത സീസണിൽ അവര് സുഖമായിട്ട് കയറി വരും. തിരിച്ചു തന്നെ പെട്ടെന്ന് തന്നെ അടുത്ത സീസൺ തന്നെ പ്രൊമോഷൻ കിട്ടി വരും എന്നുള്ളതാണ്. ബോവനൊക്കെ പറയുന്നുണ്ട് അവിടെ തന്നെ നിൽക്കുന്നു. അതെ അതെ, അതിനുള്ള സ്ക്വാഡ് ഉണ്ട്, അതിനുള്ള മാനേജർ ഉണ്ട്. ബോവൻ അവിടെ തന്നെ അറിയില്ല. മൂപ്പര് പ്രൊമോട്ട് ചെയ്തിട്ട് മാത്രമേ ഞാൻ തിരിച്ചു വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കണേ. അതല്ല എന്തൊരു ലോയാലിറ്റി. മൂപ്പർക്ക് ഓണർഷിപ്പ് എങ്ങനെയുണ്ട് അവിടെ? ബോയ്ഹുഡ് അല്ലേ അവിടുത്തെ അല്ലേ? അതെ. ഇനിയിപ്പോ എന്തായാലും ആ പ്രായം ആയല്ലോ, ഇനിയിപ്പം എവിടെ പോവാനാ? എന്തായാലും അത് തന്നെ ആയിരിക്കും ഒരു എന്തൊരു ലീഗ്, ഒരു ടൈറ്റില് ജയിപ്പിക്കുന്ന പോലെ ഒരു ഫീൽ ആയിരിക്കും തിരിച്ചിതിലേക്ക് കൊണ്ടുവരുമ്പോഴേ, തിരിച്ച് പ്രൊമോഷൻ കിട്ടുമ്പോ. പറയാൻ പറ്റില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് ഇനി എപ്പോഴാ ട്രാൻസ്ഫർ ആവുമെന്ന് അറിയില്ല. ആരെങ്കിലും വന്ന് വിളിച്ചാൽ ചിലപ്പോ പോവും. അല്ല, അതിലൊരു കാരണമുണ്ട്. അത് അവൻ പോകുന്നതായിരിക്കില്ല. ക്ലബ് വിൽ വാണ്ട് ടു റെഡ്യൂസ് ദിയർ വേജ് ബിൽ. ക്ലബിന് പൈസ വേണ്ടി വരുമല്ലോ എന്തായാലും. അതെ, അത് വേണ്ടി വരും. പാരഷൂട്ട് പേയ്മെന്റ്സ് ഉണ്ട്. എന്നാലും ക്ലബ് വിൽ നീഡ് സം. എന്തായാലും ഒരുപാട് പേര് അവിടുന്ന് പോവും ഉറപ്പാണ്. ഈ ഇപ്പൊ മറ്റേസ് ഫെർണാണ്ടസ് ആവട്ടെ, മാലിക് ദിയൂഫ് ആവട്ടെ, ഈവൻ ഈ പറഞ്ഞ ബോവൻ വരെ പോവും ഉറപ്പാണ്. അപ്പൊ അങ്ങനെ ഈ സീസൺ അവസാനിച്ചിരിക്കുന്നു. ഈ സീസണിലെ ഡാർക്ക് ഹോഴ്സസ് എന്ന് പറയാൻ 88 days for the next season. അതെ, ഗാർഡിയോളനെ കുറിച്ച് പറയാനെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിനു മുമ്പ് ഒരു കാര്യമുള്ളത്, സ്പേഴ്സ് സർവൈവ് ചെയ്തല്ലോ. സ്പേഴ്സ് സർവൈവ് ചെയ്തപ്പോ തന്നെ ഒരു സൈനിങ് കൺഫർമേഷൻ വന്നു. സെനേസിയുടെ സ്പേഴ്സിലേക്ക് വന്നു എന്നുള്ളത്. അടുത്ത് റോബർട്ട്സിന്റെ പേരായിരിക്കും ചിലപ്പോൾ നമ്മൾ കേൾക്കുക. റോബർട്ട്സിനും ഇതുപോലെ സ്പേഴ്സ് റെലിഗേറ്റഡ് ആയിട്ടില്ലെങ്കിൽ സ്പേഴ്സിലേക്ക് പോകും എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊരു സാധ്യതയാണ്. യെസ്, പറഞ്ഞു. അല്ല, എന്തോ പറയുന്നത് വിട്ടു. ഗാർഡിയോളയുടെ കാര്യം പറഞ്ഞു. ഗാർഡിയോള അതന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ലിവർപൂൾ പോയിന്റ് ഓഫ് വ്യൂ, ഗാർഡിയോളനെ ട്രിബ്യൂട്ടില് സിറ്റിയുടെ ഫോട്ടോയില് ക്ലോപ്പും ഗാർഡിയോളയും കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ അവർ വെച്ചിട്ടുണ്ട്. വിച്ച് ഈസ് വെരി ടച്ചിങ് ആൻഡ് വെരി റെസ്പെക്ട്ഫുൾ. ഐ ഫെൽറ്റ് പൊതുവെ ആരും അങ്ങനെ ചെയ്യാറില്ല. പിന്നെ ഇതിന്റെ ഒരു പറഞ്ഞിരുന്നല്ലോ, സോ ഓൾ ഇൻ ഓൾ ഒരു ഇറ അവസാനിക്കുകയാണ് അല്ലെ പ്രീമിയർ ലീഗില്. ക്ലോപ്പ് പോയി, ഗാർഡിയോള പോയി. ഇനിയിപ്പോ ശരിക്കും യങ് മാനേജേഴ്സിന്റെ കയ്യിലാണ്. പെപ്പിൻ പോയി, പെപ്പിൻ ലിൻഡേഴ്സ്
പോയി. അതും പറയാം. ചിലപ്പോ അയാക്സില് അതായത് അതെ, മരസ്കര manager ബാക്ക്റൂം സ്റ്റാഫ് അല്ലേ വരുന്നത്, അപ്പൊ മൂപ്പര് എന്തായാലും പോവല്ലോ. അതെ, അത് കൺഫേം ആയി പോകുന്നുള്ള അല്ല, കാര്യം മൂപ്പർക്ക് confirm 1 ഇയർ ചെയ്തു. കോൺട്രാക്ട് ആയിരുന്നു. അതെ, അതെ അതെ. എന്തായാലും സോ ഹോളണ്ടിലേക്ക് പോകുന്നുണ്ടാവും ഏതെങ്കിലും ക്ലബ്ബ് മാനേജ് ചെയ്യാനായിട്ട്. ഒരുപാട് ആവശ്യക്കാരുണ്ട് 15 ലീഡേഴ്സിന്. എന്തായാലും ഏതെങ്കിലും ക്ലബിൽ മാനേജറായിട്ട് പോകും. ക്രിസിലെ സ്റ്റക്കായി തോന്നും. ഓക്കെ, പിന്നൊരു സംഭവം ഉണ്ടായത് ചാമ്പ്യൻഷിപ്പിലെ പ്ലേ ഓഫ് ഫൈനലായിരുന്നു. പ്ലേ ഓഫ് ഫൈനല് നമ്മള് നേരത്തെ കഴിഞ്ഞ അതിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. മറ്റേ മിഡിൽസ്ബറോന് ഫൈനലിലേക്ക് കിട്ടി, സൗത്ത് ആംപ്ടന്റെ സ്പൈയിങ് കോൺട്രവേഴ്സി. അപ്പൊ ആ ആളെ കുറിച്ച് ആൾക്ക് നല്ല ഇതിന് ഹിസ്റ്ററി തന്നെ ഉണ്ട്, സ്പൈ ചെയ്തിട്ടുള്ളത്. ജർമ്മനിയിൽ വെച്ച് സ്പൈ ചെയ്തതിന്റെ സാധനങ്ങൾ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് സ്പൈ ചെയ്യുക, പുള്ളി തന്നെയായിരുന്നു പരിപാടി. ഇപ്പൊ ക്രൂഷ്യൽ സ്റ്റേജിലാണ് പണി കിട്ടിയത്. മിഡിൽസ്ബറോ ഫൈനലിൽ വന്നു, പക്ഷെ മാച്ച് ഞാൻ മുഴുവൻ കണ്ടില്ല. അവസാനത്തെ ഒരു 20 മിനിറ്റ് ഞാൻ കണ്ടു. അവർ രണ്ടുപേരും ശ്രദ്ധിച്ചൊക്കെ കളിച്ചു. പക്ഷെ ഹൽ സിറ്റി ലാസ്റ്റ് ഇഞ്ചുറി ടൈമിൽ ഗണേശൻ കണ്ടിരുന്നു എന്ന് തോന്നില്ല. അതേ സമയത്ത് തന്നെ ഗണേശും സ്കോർ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. ഇഞ്ചുറി ടൈമില് ഒരു ഗോൾ കീപ്പിംഗ് മിസ്റ്റേക്കില് ഹൽ സിറ്റി കയറി. മാത്രമല്ല ഹൽ മിസ്റ്റേക്ക് സിറ്റി ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം ബോള് ഔട്ട് സ്വിംഗർ പോലെ ഇട്ടായിരുന്നു. അത് കൈന്റെ അവിടുന്ന് പോയി, കളക്ട് ചെയ്യുന്നതിന് കാട്ടിലും ബോള് കേവ് ആയി പോയി. പഞ്ച് ചെയ്യാൻ പറ്റിയില്ല. ജഡ്ജ്മെന്റ് വേണ്ടി റോങ് ആയി, അതാണ്. അത് മാത്രമല്ല വേറൊരു Misdirection അല്ല. ഇൻട്രസ്റ്റിംഗ് കാര്യം, ചാമ്പ്യൻഷിപ്പില് 6th പ്ലേസ് ആണ് ഹൽ സിറ്റി ഫിനിഷ് ചെയ്തത്. അതും ആ 46th മാച്ചില്, ലാസ്റ്റ് മാച്ചില് അവര് പല ടീംസ് ആ പൊസിഷനിൽ വന്നു. അവസാനമാണ് ഹൽ സിറ്റി അതിൽ കയറിയത് കഷ്ടിച്ച്. എന്നിട്ട് അവര് പ്രീമിയർ ലീഗിലെത്തി. അപ്പൊ അവരുടെ ടീം എനിക്ക് തോന്നാനില്ല അടുത്ത സീസണിൽ മിക്കവാറും റെലഗേറ്റ് ആവാനുള്ള ഫേവറേറ്റ്സ് ഹൽ സിറ്റി ആവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇപ്പൊ ചാമ്പ്യൻഷിപ്പിൽ ഒരു റൂൾ ചേഞ്ചും കൂടി വെച്ചിട്ടുണ്ട്. അതെല്ലാവരും അഗ്രി ചെയ്തു, പാസ്സായി. ടോപ്പ്, അതായത് ആദ്യത്തെ 2 പേർക്ക് ഓട്ടോമാറ്റിക് പ്രൊമോഷനോ, പിന്നെ 1 മുതൽ 8 വരെയുള്ള ടീം, അല്ലെ 3 to 8 ആണെന്ന് തോന്നുന്നു, അല്ലെ 3 to 8 വരെയുള്ള ടീമുകൾക്ക്. അപ്പൊ 8th ഫിനിഷ് ചെയ്യുന്ന ടീമിന് വരെ വേണമെങ്കിൽ ഇനിയിപ്പോ പ്രീമിയർ ലീഗ് വരാമെന്നുള്ള അപ്പൊ 6 ടീം എങ്ങനെ 3 കളിയോ പ്ലേ ഓഫ് ഉണ്ടാവും. പ്ലേ ഓഫ് ആണ്. മറ്റേ അപ്പോഴും ശരിയാകുന്നില്ലേ? സ്കോട്ടിഷ് പ്രീമിയർ ലീഗ് കളിക്കുന്ന പോലെ അങ്ങനെ അമ്മാര് എന്തെങ്കിലും റൂളൊക്കെ കൊണ്ടുവരും. റൗണ്ട് റോബിനോ അങ്ങനെ. ഇതിപ്പോ ഹൽ സിറ്റിക്ക് ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ തീരാൻ പോകുന്നല്ലോ. അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ഈ റെലഗേറ്റ് ആവുന്ന ടീംസ് സ്ട്രൈക്കറേയും വിംഗറിനെയൊക്കെ മേടിക്കല്ലോ. ബേൺലി ഉണ്ട്, വോൾസ് ഉണ്ട്, അങ്ങനെ കുറെ മേടിക്കാൻ പറ്റും. പിന്നെ നമ്മള് പറയാൻ വിട്ട കാര്യം ഒരെണ്ണമുണ്ട്. കാരണം വെച്ചാല് സണ്ടർലാൻഡ് പ്രൊമോട്ടായിട്ട് വന്നിട്ട് യൂറോപ്പിൽ കയറി അതേ സീസണിൽ തന്നെ. അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ബ്രെൻഫോർഡ് ജയിച്ചിന്റെ ഗോൾ ഡിഫറൻസില് കോൺഫറൻസ് ലീഗ് പോയി. അങ്ങനെ പ്രീമിയർ ലീഗിൽ കുറെ കാലം അത് ചെയ്യായിരുന്നു. ഇപ്പൊ യൂറോപ്പ് കളിക്കുക എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. പ്രൊമോഷൻ ആയിട്ട് വന്ന ടീം ഫസ്റ്റ്, അതായത് അവരുടെ ഫസ്റ്റ് സീസണിൽ തന്നെ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ടോപ്പ് 10 ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. അവസാനം അവർക്ക് യൂറോപ്പ് കിട്ടി. അതായത് ന്യൂകാസൽ യൂറോപ്പിലില്ല, സണ്ടർലൻഡ് യൂറോപ്പിലുണ്ട്. ഒറ്റ കാരണം മതി എഡി ഹോവന് പണി പോവാന്. ഇല്ലല്ലോ, അവിടെയും ഫുൾ മാനേജർ ബാക്കിംഗ്. ഇവരുടെ പ്ലാൻ എന്താണ് ഈ സൗദി ടീമിന്റെ PAF-ന്റെ പ്ലാൻ ഇല്ല. അതായത് മൂപ്പര് സാക്കിയ എന്ന് പറയുമ്പോ സാക്കിയെന്ന സമയം മൂപ്പര് ജയിക്കും, അതുവരെ ഡ്രോ പിടിച്ചു പോകും. അവിടെയും പ്രശ്നമുണ്ട്. കാരണം ന്യൂകാസലിന് ഏകദേശം 45 വർഷം 66 വർഷത്തിന് ശേഷം ആദ്യമായി കപ്പ് നേടിക്കൊടുത്ത മാനേജറിനെ എങ്ങനെ സാക്ക് ചെയ്യും എന്നാണ് അവർ ആലോചിക്കുന്നത്. അത് മാത്രമൊന്നും ആവില്ല, ഇവർക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് മതി ഇംഗ്ലണ്ടില്. അത് ടോപ്പ് ഫ്ലൈറ്റിൽ ഒരു ടീം വേണം, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ അവര് സക്സസ്ഫുൾ ആവണം അങ്ങനെയുള്ള ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവണ്ടേ? കാരണം 2020
സ്ട്രക്ട് ആയി. അവര് ചെയ്യുന്നത് അവരെ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നതിന് മുന്നുള്ള ഇമേജ് മാറ്റാനേ. അല്ല എനിക്ക് തോന്നുന്നു എഡി ഹൗവിനും സ്ലോട്ടിന്റെ അതേ ടൈമേ ഉണ്ടാവുള്ളൂ. ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ വിൻഡോനുള്ളിൽ ഫോം ഇംപ്രൂവ് ആയില്ലെങ്കിൽ ചിലപ്പം. പിന്നെ ഈ സീസണിൽ എഡി ഹൗവിന് ഒരു കാരണം ഉണ്ടല്ലോ, അതായത് ഇസാഖിനെ എടുത്തിട്ട് വിറ്റു, എല്ലാരും എടുത്തിട്ട് വിറ്റു, ഇപ്പൊ ഞാൻ എന്താക്കാനാന്നുള്ള ഒരു സാധനം ഉണ്ട്. ഇതിപ്പോ ഈ സീസണും വീണ്ടും ഗോർഡനെ വിൽക്കും, വേറെ കാര്യം. ഗോർഡന്റെ റൂമേഴ്സ് വീണ്ടും വന്നു സീസൺ തീരാത്ത സമയത്ത്. അവരുടെ വേജ് ബില്ല് അല്ലെങ്കിൽ അവർക്ക് PSR പ്രശ്നം വരും, കാരണം യൂറോപ്പില്ലല്ലോ. അതെ അതെ അതെ. പല പ്ലേയേഴ്സ് അവിടെ നിന്ന് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അത് ഇപ്പൊ വലിയ സ്ക്വാഡാണ് അവരുടെ അല്ലെ, വലിയ സ്ക്വാഡാണ്. പ്ലേയേഴ്സ് പോകാനുള്ള നല്ല ചാൻസ് വിൽക്കാൻ ആൾക്കാരുണ്ട്. ഗോർഡൻ, ടൊണാലി, ബ്രൂണോ വിൽക്കാൻ ചാൻസ് ഇല്ല. ബട്ട് ദീസ് പീപ്പിൾ വിൽ ഫെച്ച് മണി. ഇല്ലേ പിന്നെ വിറ്റാലും മതി ലോങ് സ്റ്റാഫിനൊക്കെ. വേറൊരു സ്റ്റോറിയാ നമ്മള് ഇതിനു മുമ്പ് ഫോളോ ചെയ്തിട്ടില്ല പല ഇതിലും. കോമോ ഫാബ്രിഗസ് ചാമ്പ്യൻസ് ലീഗിൽ കയറി. ചാമ്പ്യൻസ് ലീഗിൽ കയറിയത് ജിറോണ റെലിഗേറ്റഡ് ആയി. അത് നമ്മൾ ഫോളോ ചെയ്തിരുന്നതാണ്. മറ്റേ ഗെറ്റാഫെ ഓസാസുണയുടെ കമ്പൈൻഡ് സെലിബ്രേഷൻ അടിപൊളിയായിരുന്നു. ഞാനത് വീഡിയോ കണ്ടു. ഒരു സൈഡ് റെലഗേഷനും ഒരു സൈഡ് യൂറോപ്പും. അടിപൊളി. ഒരു സെലിബ്രേറ്റ് ചെയ്യാം. AC മിലാന്റെ അലിഗ്രിയെ സാക്ക് ചെയ്ത വാർത്ത എല്ലാരും പോയി. എല്ലാം പോയി. സ്കൗട്ട് മുതൽ കൊണ്ട് സാക്ക് ചെയ്തു. നമ്മുടെ ഫാൻസിന്റെ ഉള്ളില് ഈ ഒരു ന്യൂസ് ആണ് എല്ലാരും എക്സ്പെക്ട് ചെയ്യുന്നത്, മൊത്തം പോവാനായിട്ട്. പക്ഷെ അത് AC മിലാനിൽ നടന്നു മാത്രം. AC മിലാൻ അത്ര പെട്ടെന്ന് വന്നിട്ട് ഈ ക്യാഷ് ഇറക്കാൻ ചാൻസ് കുറവാണ് ഇപ്പം. സോ ദേ പ്രോബബ്ലി വിൽ വാണ്ട് സംബഡി ഹൂ വിൽ സ്റ്റെബിലൈസ് ദം. അതുകൊണ്ടാണ് കോൺടാക്ട് ഔട്ട് ആണ് വരുന്നത്. അങ്ങനെയുള്ള ആരെങ്കിലും വന്ന് ഒന്ന് മെല്ലെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ്. ഇവിടുത്തെ അത്ര പ്രഷർ അവിടെ ഉണ്ടാവില്ല. Okay, we'll wind up last podcast of the season. We will be back after or before. സുദീപ് ചെയ്യുന്നുണ്ടാ ചാമ്പ്യൻസ് ലീഗ്? സുദീപാണ് നമ്മുടെ ആസ്ഥാന ആർസണൽ ഫാൻ, ക്ലോസറ്റ് ആർസണൽ ഫാൻ ആണ് പൊതുവെ. കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ റിവീൽ ചെയ്ത ആളാണ് സുദീപ്. ചെയ്യുന്നുണ്ടാ? ഫൈനലിന് മുമ്പ് നമുക്ക് നോക്കാം, ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാൻ എന്തായാലും അവൈലബിൾ ആണ്. ജേഴ്സിയിൽ 1/2 സ്റ്റാർ ഇടുവോ? നോക്കാവുന്നതാണ്. യെസ്. അപ്പോ സീസൺ റിവ്യൂ ആഫ്റ്റർ ദ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ. അതിനുശേഷം വിൽ ബി ഡൂയിങ് എക്സ്റ്റെൻസീവ് വേൾഡ് കപ്പ് പ്രോഗ്രാമിംഗ്. ഗണേശൻ നീലത്തുണി മേടിച്ചിട്ടുണ്ട്, വെള്ളത്തുണി മേടിച്ചിട്ടുണ്ട്, അത് വെട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ സുദീപ് നീലത്തുണി മാത്രം മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, തുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ക്വാളിഫൈ ആയിട്ടില്ല. ഓബന്റെ ക്ലബ് ഏതാ? ഹംഗറിയോ? വിശപ്പുണ്ട് പക്ഷെ ക്ലബ് കൺട്രി ഇല്ല. ഇംഗ്ലണ്ട് അല്ല. ഒന്നാമത് ഇത്രയും കാലം ലിവർപൂൾ സ്ക്വാഡിൽ ഇട്ടാകുമ്പോൾ തന്നെ കാര്യമായിട്ട് നോക്കിയില്ല. പിന്നെയാണ് ഇപ്പൊ ലിവർപൂൾ സ്ക്വാഡിൽ ഒരാൾ പോലും ഇല്ലാണ്ട് ഞാൻ ഇംഗ്ലണ്ട് നോക്കാൻ പോകുന്നത്. എങ്കിൽ നെതർലൻഡ്സ് ഗാക്പോക്ക് വേണ്ടി. ഉണ്ടോന്ന് ഉറപ്പില്ല. അവരല്ല അടുത്ത സ്റ്റാർ. ഗാക്പോ ഇല്ലാതെ നെതർലൻഡ്സ് ഗാക്പോ എന്തായാലും ഇറങ്ങും. ഗോൾ അടിക്കാൻ അതേ ഉള്ളൂ, വേറെ ഓപ്ഷൻ. അവിടെയാണ് അവന് പറ്റിയ പൊസിഷനിൽ കളിക്കാൻ പറ്റുന്നത്. മുന്നിൽ ജർമ്മനി ഫോളോ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ക്വാർട്ടർ വരെയല്ലേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ജർമ്മനി ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ, അതാണ്. ഓക്കെ, എനിവേസ് വേൾഡ് കപ്പ് മൂഡിലേക്ക് എല്ലാരും വന്നു തുടങ്ങി. നമ്മളും എത്തുന്നതായിരിക്കും. ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കഴിയട്ടെ. ഇനി ട്രാൻസ്ഫർ വിൻഡോന്റെയും വേൾഡ് കപ്പിന്റെയും കാലം അല്ലേ? ഇനിയൊരു ഹേമസ് റോഡ്രിഗസിനെ കിട്ടുമോ നോക്കാം വേൾഡ് കപ്പിൽ. യെസ്.